നമ്മുടെ ജനറൽ കൺവെൻഷൻ്റെ 9ാമത്തെ ജനറൽ കൺവെൻഷൻ്റെ 2ാമത്തെ രാത്രിയിൽ കർത്താവ് നമ്മെ കൂട്ടി വരുത്തിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ഈ ശ്രേഷ്ഠമേറിയ സന്ദർഭത്തിനായി സന്തോഷത്തോടെ എല്ലാവരും കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സംഭവബഹുലമായ കഴിഞ്ഞ ഒരു വർഷവും ദൈവം നമ്മെ പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രസ്ഥാനത്തെ ദൈവം നിലനിർത്തിയതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ശ്രേഷ്ഠ കർത്തൃദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് നല്ല ആത്മീയ കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിലെ ശുശ്രൂഷയിൽ കർത്താവിന് വലിയ സാന്നിധ്യം ശക്തമായി വെളിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീനോട് സംസാരിക്കണമേ, നീനെ സ്പർശിക്കണമേ, നീനെ ബലപ്പെടുത്തണമേ, നിന്റെ ഉള്ളത്തെ തൊട്ടുണർത്തണമേ, നീനെ സൗഖ്യമാക്കണമേ, നീനെ ശക്തീകരിക്കണമേ. ഞാൻ വന്നപോലെ മടങ്ങി പോകുവാനല്ല, ഒരു പുതിയ ശക്തിയോടെ മടങ്ങി പോകുവാൻ, ഒരു പുതിയ ഊർജം പ്രാപിച്ച് മടങ്ങി പോകുവാൻ കർത്താവേ എന്നെ സഹായിക്കണമെന്ന് ഹൃദയം നുറുങ്ങി എല്ലാവർക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആരും മൗനമായിരിക്കാതെ അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. കർത്താവിനോട് പ്രാർത്ഥനാ ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. രണ്ട് കർത്തൃദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന ശബ്ദം മതി പ്രാർത്ഥിക്കും. കർത്തൃദാസന്മാരായ പാസ്റ്റർ ജോസ് തോമസ്, പാസ്റ്റർ ഷാജി മാത്യു എന്നീ ദേവദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന് ചുരുക്കമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിത്യമായ സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ രാത്രി വേളയ്ക്കായി സ്തുതിക്കുന്നു. നിന്റെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ച ജനറൽ കൺവെൻഷന്റെ 2ാമത്തെ രാത്രികാലം നിന്റെ പാദാന്തി അടുത്ത് വരുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സാവകാശനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രിയും കഴിഞ്ഞ പകൽക്കാലവും വലിയവനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. ഇന്ന് രാത്രികാലം നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായി ചൊരിയുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി നിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിന്റെ കൃപ അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ഇന്ന് രാത്രികാലം പാടി ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി പകർന്നു തന്ന് ഞങ്ങളെ ഇന്ന് രാത്രി അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പുരുഷാരത്തേക്കാണ് മനസ്സലിഞ്ഞവനായ ദൈവം ഇന്ന് രാത്രികാലം കർത്താവേ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജനത്തിന്റെ അവസ്ഥകൾ അറിഞ്ഞ് അവരോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായി വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി, വലിയൊരു വിടുതലിന് കാരണമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചില പാപികൾ മാനസാന്തരപ്പെടുവാൻ, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ചില രോഗികൾ സൗഖ്യമാകുവാൻ, ചിലർ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ഈ യോഗങ്ങളിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശേഷാൽ ഇന്ന് രാത്രികാലം കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഹല്ലേലൂയ ദൈവിക കൃപകൾ അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. മീറ്റിംഗ് ലീഡ് ചെയ്യുവാനുള്ള കൃപ ധാരാളമായി പകർന്നു കൊടുക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാടുവാനൊക്കെ കർത്താവെ നിന്റെ മക്കളെ എല്ലാം ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ. ഗാനങ്ങളിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി കർത്താവ് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യേ അയച്ച കർത്തൃദാസനായ സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ ദാസനെ ശക്തമായി ഞങ്ങളുടെ മധ്യേ ഉപയോഗിക്കണമേ. ക്രൂശിന്റെ വചന നശിവോ നിർഘോഷതമായിരിക്കുമ്പോൾ അത് രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ദൈവീയ ശക്തിയാണല്ലോ. ഇന്ന് രാത്രികാലം ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാളുകളായി ദൈവസ്ഥനെ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഞങ്ങൾ ജനറൽ കൺവെൻഷൻ്റെ 2ാം ദിവസം രാത്രികാലം പ്രാർത്ഥനയോടെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി അവസരത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രികാലവും കഴിഞ്ഞ പകൽക്കാലവും ദൈവം ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചല്ലോ. നിൻ്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. നിന്റെ സന്നിധിയിലിരുന്ന അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. പ്രത്യാൽ ഈ രാത്രികാലം കർത്താവിൻ്റെ പാദപ്പെടുത്ത് വളരെ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി ദൈവസ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം നിൻ്റെ പാദപ്പെടുത്ത് ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ, ക്രൂശിൻ്റെ മറവിലായിരിക്കാൻ ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവേ, സ്തോത്ര യഹോവയുടെ ശബ്ദം ഇന്ന് രാത്രികാലം ഈ ആഡിറ്റോറിയത്തിൽ മുഴങ്ങിക്കേൾക്കേണ്ടതിനായി ഞങ്ങൾ ദൈവസന്നെ പ്രാർത്ഥിക്കുന്നു. ആമേ. മഹിമയോടെ മുഴങ്ങുന്ന യഹോവയുടെ ശക്തി, കർത്താവേ ശബ്ദം, ശക്തിയോടെ മുഴങ്ങുന്ന യഹോവയുടെ ശബ്ദം,
ആമേ പെരുവെള്ളത്തിന്മീതെ മുഴങ്ങുന്ന യഹോവയുടെ ശബ്ദം ഇന്ന് രാത്രികാലം ഈ ഓഡിറ്റോറിയത്തിൽ മുഴങ്ങി കേൾക്കേണ്ടതിനായി ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഇന്ന് രാത്രികാലം അന്ധകാര ശക്തികൾ ശാസിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. നിന്റെ ജനത്തിന് വിടുതലും അനുഗ്രഹവുമായി ഇന്ന് രാത്രികാലത്തെ വചനം കർത്താവേ ആമേ വിടുതലായി അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവസന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനായി ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യേ വചനമായി അയച്ചിരിക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ മറവിൽ കർത്താവ് നിർത്തണമേ. വചനത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രികാലം അവിടെ ദാസന്റെ മുമ്പിൽ തുറക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിന്റെ ദാസന്മാരാന്ന് ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ശത്രുമേൽ ജയം പ്രാപിക്കുന്ന ആത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ നിന്റെ ജനത്തെ ഇരുത്തേണ്ടതിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം കർത്താവേ, വിവിധ വിഷയങ്ങളായി നിന്റെ സന്നിധിയിലായിരിക്കുന്ന നിന്റെ ജനത്തോട് കർത്താവ് മനസ്സലിയണമേ. ആമെ വിടുതൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് ആമെ സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ ദൈവം സഹായിക്കണമേ. ഈ ദിവസങ്ങളിലെ കർത്താവേ മഹായോഗത്തിൽ ആമെ അനേകർ വിടുവിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ആമെ രോഗികൾ സൗഖ്യമാകുവാൻ കർത്താവ് സഹായിക്കണമേ. ആമെ കർത്താവേ ദൈവജനം പൂർവാധികം ശക്തിപ്പെടുവാൻ, ദൈവസഭ ഉണർത്തപ്പെടുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെയും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അഭിഷേകം ചെയ്യണമേ. അല്പസമയം കൂടി കർത്താവിൻ്റെ പാദപ്പെടുത്തി ഞങ്ങളായിരിക്കുമ്പോൾ ആമേ സന്നിധി ബോധത്തോടെ ഇരിപ്പാൻ ദൈവം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥനയും യാചനയും കർത്താവ് കേട്ടിരിക്കാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഭാഗം റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. വായിക്കാം. റോമർ 12. യെസ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. റോമാലേഖനം സംബന്ധിയായിട്ട് ഒരു മുഖവര അനിവാര്യം ആയിരിക്കാം എങ്കിലും ഇന്ന് അതിനുവേണ്ടി വിശദമായി ഞാൻ തുനിയുന്നില്ല. നിങ്ങൾക്ക് അറിയുമായിരിക്കണം റോമാലേഖനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച്. പൗലോസ് ലേഖനമാണെന്ന് വിവക്ഷിക്കപ്പെടുന്നു റോമർക്കെഴുതിയ ലേഖനം. ലേഖനങ്ങളുടെ റാണി എന്ന് പക്ഷേ വിളിക്കപ്പെടുന്നത് എഫേസ്യ ലേഖനമാണ്. ഈ 2 ലേഖനങ്ങളുമാണ് പല കാരണങ്ങളാൽ പൗലോസിൻ്റെ എഴുത്തുകളിൽ വളരെ ശ്രദ്ധേയമായിട്ട് ഉള്ളത്. മുഖവരയിൽ അധികം ഞാൻ നിൽക്കുന്നില്ല. റോമാലേഖനം വരുത്തിയ ഗംഭീരമായ പരിവർത്തനങ്ങൾ, സ്വാധീനങ്ങൾ, അത് ചരിത്രപരമായ പ്രധാനപ്പെട്ട ഒരു സ്വാധീനമാണെന്ന് ദൈവജനം അറിഞ്ഞിരിക്കണം എന്ന് എനിക്കുണ്ട്. റോമാലേഖനം വായിച്ചാണ് 3-ാം നൂറ്റാണ്ടിൽ 4-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ അറിയുന്ന അഗസ്തീനാസ്, ഔറേലിയസ് അഗസ്തീനാസ് എന്നാണ് തൻ്റെ സാക്ഷാൽ പേര്. നാം സെയിന്റ് അഗസ്റ്റിൻ തന്നെ വിളിക്കും. സെയിന്റ് അഗസ്റ്റിൻ നിങ്ങൾക്കറിയാമായിരിക്കണം, ഒരു കത്തോലിക്ക പുരോഹിതനായി മാറി പിൽക്കാലത്ത്. എങ്കിലും ജീവിതം തികഞ്ഞ താളപ്പഴയുടെ ഒരു ഘട്ടം പിന്നിട്ടയാൾ. തൻ്റെ അമ്മയായ മോനിക്ക, അമ്മമാർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറയാം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക. വർഷങ്ങൾ തൻ്റെ മകന് വേണ്ടി കണ്ണീരോടെ ജാഗരിച്ചു. വർത്തമാനാവസ്ഥയിലെത്തി അഗസ്തീനാസിന്റെ ദുർനടപ്പ്. ചെറിയ വീട്ടിനകത്ത് കരയുന്ന അമ്മയെ പിന്നെ സങ്കടക്കടലിലാക്കുവാൻ വേണ്ടി വീട്ടിനകത്ത് പോലും മ്ലേച്ഛത അമ്മയുടെ കണ്ണിന് മുമ്പിൽ നടത്തിയ അതിനിന്ദ്യമായ ജീവിതക്രമത്തെ ഉടമസ്ഥൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അമ്മ ഉപവസിച്ച് പക്ഷേ പരിഹാരമൊന്നും കാണാതിരിക്കെ അത്യത്ഭുതകരമായി ഒരു പ്രാർത്ഥനയും മറുപടി ഇല്ലാതെ പോകുന്നില്ല, ഒരു കണ്ണീരും വിലയില്ലാത്തതല്ല എന്നിന്ന് രാത്രി കരയുന്ന എല്ലാവരും ബലപ്പെടാൻ വേണ്ടി ഞാൻ ഈ സ്റ്റോറി പറയുക. പ്രൈസ് ദി ലോർഡ്. ആണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം, പതിറ്റാണ്ടുകൾ കരയേണ്ടി വന്നേക്കാം. അമ്മമാരെ, പെങ്ങന്മാരെ, കണ്ണുനീരിന് ഒരിക്കൽ മറുപടി ദൈവം തരാൻ പോകുക. കരമുടുത്ത് എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്. ബന്ധുക്കൾ രക്ഷയ്ക്ക് വേണ്ടി, മക്കൾ നന്നാകാൻ വേണ്ടി, ഉത്ഥാനത്തിന്, ഭർത്താവിൻ്റെ മദ്യപാനത്തിന് വേണ്ടി, അടുത്ത ബന്ധുക്കൾ യേശുവിനെ നിങ്ങളെപ്പോലെ അറിയാൻ വേണ്ടി ഉത്കടമായ വാഞ്ചയോടെ ആണ്ടുകൾ കരയുന്ന, തപിക്കുന്ന, ആത്മദമനം ചെയ്യുന്ന, മധ്യസ്ഥ അണയ്ക്കുന്ന, ആരും അറിയാതെ ദൈവമുമ്പാകെ മൗനമായി അവൻ പ്രാർത്ഥിക്കുന്നവർക്ക് സദ്വർത്തമാനമാണ് മോനിക്ക എന്ന ഭക്തയുടെ ജീവിതക്രമം. അവൾ പിന്നെയും കരഞ്ഞുകൊണ്ടിരുന്നു, പിന്നെയും തപിച്ചുകൊണ്ടിരുന്നു. അത്യത്ഭുതമായി സെയിന്റ് അംബ്രോസിന്റെ പ്രസംഗത്തിൽ വഴികെ പോയപ്പോ ചുമ്മാ അല്പസമയം നിന്ന് കേട്ട അഗസ്റ്റീൻ അത്ഭുതകരമായി യേശുവിനായി സമർപ്പിച്ചു. കഥ അവിടെ തീരുന്നില്ല. എന്നിട്ടും പഴയ ദുർനടപടികളുടെ സ്വാധീനത്തിൽ പാപചിന്തകളെ അതിജീവിക്കാൻ കഴിയാതെ വേദനയോടെ തൻ്റെ സുഹൃത്തിന്റെ പൂന്തോപ്പിൽ കരഞ്ഞുകൊണ്ടിരുന്ന ആത്മീയത്തിന്റെ ആദ്യ ചുവട്ടടികൾ വിമ്മിട്ടത്തോടെ വെച്ച അഗസ്തീനാസ് ഒരു കൊച്ചു പെൺകുട്ടിയുടെ പാട്ട് കേട്ടു. മട്ടുപ്പാവിൽ അയൽപക്കത്തെ ഭവനത്തിൽ നിന്ന് പാടുന്ന ഒരു പെൺകുട്ടി. ആ ലത്തീൻ പാട്ടിലെ പ്രധാനമായ പല്ലവി എടുത്തു വായിക്കൂ എന്നായിരുന്നു. പെട്ടെന്ന് പുസ്തകം തുറന്ന് വായിച്ചത് റോമർക്കെഴുതിയ ലേഖനമാണ്. 13-ാം അധ്യായത്തിലെ വചസ്സുകൾ വായിച്ച് വലിയ ജീവിത വിജയം കൊണ്ട് ആഹ്ലാദ നൃത്തം ചവിട്ടി മടങ്ങിയ ആളാണ് സഭ പിന്നെ അറിഞ്ഞ സെയിന്റ് അഗസ്റ്റീൻ. ഞാൻ ആമുഖം പറയാൻ എൻ്റെ ചില പോയിന്റ്സ് ഉണ്ട്, അവിടേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നില്ല. ഒറ്റക്കാരം കൂടെ പറയാം. ഇന്നത്തെ നമ്മുടെ പെന്തക്കോസ്തിൽ ദൈവം എത്തിച്ചുവെന്ന് നമുക്ക് വിശ്വസിക്കാം നിശ്ചയമായിട്ട് എന്ന് ശരിയായിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ചരിത്രപരമായി നമ്മെ എത്തിച്ച തുടക്കം 1517 മാർട്ടിൻ ലൂതറിന്റെ മഹത്തായ ആത്മീയ വിപ്ലവ പ്രഖ്യാപനമാണ്. നിങ്ങൾ കുറെ ചരിത്രം അറിയാം, ഞാൻ അനുമാനിക്കുക. മാർട്ടിൻ ലൂതർ എന്ന അഗസ്തീനിയൻ മോങ്ക് റോമൻ കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട ഒരു മൊനാസ്റ്റിക് ഓർഡർ ആയ അഗസ്തീനിയൻ മൊനാസ്ട്രിയിലെ ഒരു മെമ്പർ, വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ തിയോളജി പ്രൊഫസർ മാർട്ടിൻ ലൂതർ. ഇതൊക്കെയാണെങ്കിലും അകത്ത് പാപബോധം പെരുകിയിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ വെമ്പിയ ഒരു കാലത്ത് മറിച്ചു നോക്കിയപ്പോൾ കണ്ണിലും ഹൃദയത്തിലും ഉടക്കിയ വചനം റോമർ 1:17 ഹബക്കൂക്കിന്റെ ഒരു കൊട്ടേഷൻ ആണത്. നിങ്ങൾക്ക് ആ വാക്യം ഓർമ്മയുണ്ട്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കരമുട്ടി കർത്താവിന് എല്ലാവരും ഇന്ന് രാത്രി മഹത്വം കൊടുത്താണ്. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തുകാരായ നമുക്ക് ആ വാക്യം വലിയ പ്രസക്തി ഉള്ളതായിരിക്കില്ല. പക്ഷെ പാപപരിഹാരത്തിന് കൊതിച്ച് കുമ്പസാരവും കുർബാനയും കർമ്മകാണ്ഡം കൊണ്ട് പരിഹാരം വരുത്താൻ കഴിയാതെ ഒത്തിരി പേരെ കുമ്പസാരിപ്പിച്ച് ശീലമുള്ള ആ അച്ഛൻ്റെ അകത്ത് ഇടിവാൾ പോലെ ഇറങ്ങിച്ചെന്ന വചനം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ്. ഞാൻ പറയട്ടെ, മാർട്ടിൻ ലൂതറൻകാർ തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ ഉണ്ടെന്ന് എനിക്ക്. ലൂതറൻ പള്ളി ഇവിടെയാ കൂടുതൽ. അവർ നമ്മെ പോലെയല്ല, കുപ്പായമുള്ളവരാ, ആത്മരക്ഷ ഇല്ലാത്തവരാ, സ്നാനമില്ലാത്തവരാ. ഞാൻ അവരെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. പക്ഷെ മാർട്ടിൻ ലൂതറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ 1000 തവണ സ്തുതിക്കും. കാരണം അന്ധകാരത്തിന്റെ 10 നൂറ്റാണ്ട് പിന്നിട്ട വഴിപിടിച്ച സഭയില് പാപ്പാധിപത്യത്തിനെതിരായിട്ട് ഒരുവനും ഒന്നും ഉരിയാടാൻ മേലാതെ ജോൺ ഹസനെ ചുട്ട് കരിച്ച ജർമ്മനിയിലും ഹോളി റോമൻ എംപയറിലും സ്വർഗത്തിന്റെ പദ്ധതിയിൽ വിപ്ലവത്തിന്റെ 1-ാം വെടി പൊട്ടിക്കാൻ സ്വർഗം എഴുന്നേൽപ്പിച്ച വീരനാണ് മാർട്ടിൻ ലൂതർ. ഞാൻ ചരിത്രത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ എനിക്ക് കഴിയും കുറെ, പക്ഷെ സമയമെടുക്കില്ല. മാർട്ടിൻ ലൂതറിന് ശേഷം വന്നു ജോൺ കാൽവിൻ, വന്നു ഉൾറിച്ച് സ്വിംഗ്ലി, വന്നു അനാ ബാപ്റ്റിസ്റ്റ്, വന്നു ഗബ്രിയൽ സ്വില്ലിംഗ്, വന്നു കാൾ സ്റ്റാർട്ടർ, വന്നു തോമസ് മൂൺസ്റ്റർ, വന്നു ജോർജ് ഫോക്സ്, വന്നു ഇർവിംഗ് ഗൈൻസ്, ജാൻസ് നൈസ്, കോയി കേഴ്സ്, ഷെയ് കേഴ്സ്, ഹോളിനെസ്, മെത്തഡിസ്റ്റ്, പിന്നെ പെന്തക്കോസ്ത്. പെന്തക്കോസ്ത് എളുപ്പത്തിൽ വന്ന ഏർപ്പാടല്ല. വചനത്തിന്റെ ജയപേരി കേട്ട് രൂപാന്തരപ്പെട്ട് വന്ന 6ാമത്തെ മാറ്റമാണ് നാം അനുഭവിക്കുന്ന പെന്തക്കോസ്ത്. 1901 ജനുവരി മാസം 1-ാം തീയതി വെളുപ്പാങ്കാലം 5:30 മണിക്ക് 17 വയസ്സുകാരി ആഗ്നസ് ഒസ്മാൻ എന്ന പെൺകുട്ടി നഷ്ടപ്പെട്ട ആത്മസ്ഥാനം തിരികെ കിട്ടി. അമേരിക്കക്കാർ ഇംഗ്ലീഷ് ഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ ആരംഭിച്ചു. അതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഇന്ന് രാത്രി
രാത്രി സൗകര്യമായി നാം ദൈവത്തെ ആരാധിക്കുന്നത്. കർത്താവിന്റെ തിരുസഭയോട് എനിക്കിന്ന് രാത്രി ആമുഖത്തിൽ പറയാനുള്ള സന്ദേശം, എല്ലാ ചെറുപ്പക്കാരും എല്ലാ പ്രായക്കാരും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ നിർബന്ധം പിടിക്കണം. PMG ആകട്ടെ, അസംബ്ലീസ് ഓഫ് ഗോഡ് ആകട്ടെ, പ്രസ്ഥാനത്തിന്റെ പേരും ഊരും മേൽവിലാസവും വൈജാത്യങ്ങളും എമ്മട്ടിലുമാകട്ടെ, പെന്തക്കോസ്ത് എന്ന നാട്ടാർ അറിയുന്ന സഭ, പെന്തക്കോസ്തിന്റെ ബോർഡ് വെച്ച സഭ, വേർപാട് പാലിക്കുന്ന സഭ, ആമേൻ, വമ്പൻ കൊട്ടാരങ്ങളും ഉത്തുംഗ ഗോപുരങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഇറങ്ങി വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോന്ന് ഇട്ട വട്ടത്തിലെ കൊച്ചു മുറിക്കകത്ത് വിയർത്തൊലിച്ചിരുന്ന് ആരാധിക്കാൻ മനസ്സു വച്ച തിരുസഭ. ബാക്കി എന്ത് കർമ്മം ഇല്ലല്ലോ, എനിക്ക് വിഷയമില്ല. പെന്തക്കോസ്ത് ഉണ്മ പാലിച്ചേ പറ്റൂ, ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. ഈ രാത്രി കരങ്ങളെ തൊട്ട് എല്ലാവരും ശക്തമായി കരമടിച്ച് എല്ലാവരും അല്പസമയം ശക്തമായി ദൈവത്തെ ആരാധിക്കാം. Everybody sing, everybody praise. എല്ലാ വായും ദൈവത്തെ സ്തുതിക്കട്ടെ, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മനിറവിൽ അഭിഷേകത്തിൽ ദൈവശക്തിയിൽ ഇത് രാത്രി എല്ലാവരും സമൃദ്ധമായി ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ, അഭിഷേകത്തിൽ ദൈവത്തെ സ്തുതിക്കട്ടെ, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ, നിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ, കൃപയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. അഭിഷേകം നിറവിൽ രാത്രി എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. Shakarabari hadunabarika dikal kadamana hadana rika shaikamana riyada labasam. Glory be to God. ഞാൻ പെന്തക്കോസ്തിലെ പാസ്റ്റർ മകനാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ സീനിയർ മിനിസ്റ്റർ പാസ്റ്റർ KM ജോസഫ് മരിച്ചിട്ട് 6 കൊല്ലമായി. അദ്ദേഹത്തിന്റെ മകനായി AG പാഴ്സനേജിൽ വാടകയ്ക്കുള്ള കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന സ്ഥലത്ത് ഒരു കൊച്ചു തട്ടിയടിച്ച വീട്ടിലെ മുറിയിൽ ആണ് എൻ്റെ ജനനം. അമ്മ പറഞ്ഞതാണ്. ആ മുറി AGയിലെ പാഴ്സനേജിൻ്റെ ആ മഹത്തായ ആധ്യാത്മിക പൈതൃകത്തിൽ പിറന്ന് കൊച്ചുനാൾ മുതൽ അന്യഭാഷ ഇഷ്ടം പോലെ കേട്ട് മുന്നോട്ട് വന്ന ഞങ്ങൾ കുറേ പേര് വിചാരിച്ചു പാസ്റ്റർമാരുടെ മക്കൾക്ക് അഭിഷേകം ഒരു പാക്കേജിൻ്റെ ഭാഗമായി കിട്ടുമെന്ന്. അങ്ങനെ കുറേ പേർക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കുറേ പിള്ളേർ ഈസി ആയിട്ട് മേടിച്ചിട്ടുണ്ട്. എന്നെ പോലെ കുറേ കക്ഷികൾ കഷ്ടപ്പെട്ടാണ് മേടിച്ചത്. ഐ ടെൽ യു, ഒത്തിരി വില കൊടുത്ത. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പുല്ലൂർ ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിക്കാൻ 972 പോകുക. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് നേരെ അങ്ങോട്ടാണ് പോയത്. ഞാൻ പകൽ പറഞ്ഞല്ലോ, വേലയ്ക്ക് ആവേശം കാത്തി തിമിർക്കുകയായിരുന്നു. അതുകൊണ്ട് പാഞ്ഞു പോയി ഞാൻ അവിടെ പഠിക്കാൻ ചെന്ന് 2-3 മാസം അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. അന്ന് 35 പേരാ പഠിക്കുന്നത്. എല്ലാവരും ആത്മാവ് നിറവിൽ ദൈവത്തെ ആരാധിച്ചു. ഞങ്ങൾ മലബാറികൾ 3 പേര് കോഴിക്കോട്ടുകാർ മാത്രം അഭിഷിക്തരായിരുന്നില്ല. അവർ മലയാളത്തിൽ 2 ലൈൻ പാടിയാലായി, പിന്നെ ബാക്കിയെല്ലാം മറുഭാഷയില്ല. കയ്യും കെട്ടിയിരുന്ന് മടുത്തുപോയ ഞങ്ങൾ വിളിയെക്കുറിച്ച് പോലും സംശയിച്ച് അഭിഷേകമില്ലാതെ നിന്ന് പൊറുക്കാൻ മേല എന്നൊരു ഘട്ടത്തിൽ അവസാന പരിശ്രമമായി ഒരു രാത്രിയിൽ ചങ്കു പൊട്ടിക്കരഞ്ഞു ദൈവത്തോട്. ഞാൻ പറയാം, അമ്മ മരിച്ചിട്ട് പോലും കരയാത്ത ഞാൻ അന്ന് രാത്രി അഭിഷേകത്തിനായി വലിയ വില കൊടുത്ത് കരഞ്ഞ ആളാണ്. ഉറങ്ങിയും മയങ്ങിയും രാവിലെ 6 മണിക്കുള്ള തൃശ്ശൂർ ഫാസ്റ്റിന് പോകാൻ പഴയ ട്രങ്ക് ഞങ്ങൾ 3 പേരും പൂട്ടി വെച്ചു. കുഞ്ഞുമ്മൻ സാറ് ഉണരുന്നതിന് മുമ്പ് പോകാൻ വേണ്ടി ആരോടും പറയാതെ. എങ്കിലും അവസാനം വരെ പ്രാർത്ഥിക്കാൻ നിശ്ചയിച്ചിരുന്ന ഞങ്ങളോട് ദൈവം കരുണ കാണിച്ചതുകൊണ്ട് ആ പോക്ക് ഞങ്ങൾ പോയേനെ. ദൈവം മനസ്സലിഞ്ഞതുകൊണ്ട് ഞാൻ രാവിലെ പകൽ ഓൽപ്പച്ചതുപോലെ കരുണ ലഭിച്ചിട്ട് ഒരു മിനിസ്ട്രി തരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു കൊണ്ട് ഞങ്ങളെ വിടാൻ സമ്മതിക്കാതെ, അത്യത്ഭുതം ആരും കൈവെക്കാതെ. ഞാൻ അതിനെ ഒന്നും വിമർശിക്കുകയല്ല. കൈവെപ്പും പട്ടമരിപ്പും ശാസന എല്ലാം ഫൈൻ വിത്ത് മീ. പക്ഷേ എൻ്റെ കേസ് വ്യത്യസ്തമാണ്. അമ്മാതിരി ഏർപ്പാട് എനിക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു ചെറുപ്പത്തിൽ. അതുകൊണ്ട് കർത്താവ് ആരുടെ അകമ്പടി ഇല്ലാതെ, കൈവപ്പില്ലാതെ, ആരവാരമില്ലാതെ അന്ന് രാവിലെ ഞങ്ങളുടെ മേൽ ആ ശക്തിയോടെ ശക്കൈനെ ഇറക്കി. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നൃത്തം ചവിട്ടിയും അലറിക്കുകയും 2 മണിക്കൂർ തകർത്തു വാരി ഞങ്ങൾ. ഏജിക്കാർ കിടുകിട വിറയ്ക്കുന്ന പിള്ളേര്, മുറിയിൽ കയറി ഒളിക്കുന്ന പാസ്റ്റർ സി കുഞ്ഞുമ്മൻ എന്ന പ്രതാപശാ വില കൊടുത്ത് പ്രാപിച്ച അഭിഷേകത്തിന് ഗൗരവത്തിലാണ് ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ശക്തമായി പറയുന്നു, നിങ്ങളിത് മേടിച്ച് എങ്ങനെ
എങ്ങനെ ആയാലും എനിക്ക് വിരോധമില്ല. മേടിച്ചത് പരമാർത്ഥമെങ്കിൽ അത് ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അത് നിരന്തരമായി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. മ്യൂസിക് ടീമും പെർക്കേഷനും ഗിറ്റാറും കീബോർഡും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കരുത്. PMG ജനറൽ കൺവെൻഷനിൽ ഉള്ള ആരവാരത്തിനും ആഹ്ലാദത്തിനും അപ്പുറത്ത് നോർത്ത് ഇന്ത്യയിലോ ഡൽഹിയിലോ രാജസ്ഥാനിലോ പല സംസ്ഥാനത്തോ 10, 25, 30 പേരായി മൈക്കും അകമ്പടിയും ഇല്ലാതെ ഇരിക്കുമ്പോഴും ദൈവമക്കളുടെ അകത്ത് ജ്വലിക്കുന്ന, തകർക്കാനാവാത്ത, അമർത്താനാവാത്ത ധ്യാനത്തെങ്കിൽ തീ കത്തി എന്ന് പറയുമാറ് ഒരു നിയോഗത്തിലേക്ക് നമ്മെ നയിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. വില കൊടുത്ത് ആത്മാവിനെ പാനം ചെയ്യാൻ, വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ, അഭിഷേകം നിറവ് ദൈവത്തെ ആരാധിക്കാൻ തിരുസഭ ഇന്ന് രാത്രി റെഡിയാകട്ടെ. വ്യക്തികൾ തയ്യാറാകട്ടെ, യവനക്കാർ തയ്യാറാകട്ടെ, യുവതികൾ തയ്യാറാകട്ടെ. ആത്മനിറവിന്റെ ഒരു പുത്തൻ പ്രഭാവം ആത്മീയ രാത്രി ഒരു പരിവർത്തനമായി മാറട്ടെ. ഞാൻ പകല് പറഞ്ഞ് 37 കൊല്ലത്തെ ശുശ്രൂഷ മണ്ഡലത്തിൽ നഷ്ടത്തിന്റെ കണക്കുകൾ ഒത്തിരി എനിക്ക് നിരത്താനുണ്ട്. തിരസ്കാരത്തിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ, കുറ്റപ്പെടുത്തലിന്റെ. എൻ്റെ സംഘടനയായ എൻ്റെ അപ്പൻ ട്രഷറായിരുന്ന അസംബന്ധക്കോടിൽ നിന്ന് 10 കൊല്ലം ഞാൻ പുറത്തായി. വലിയ പാതകമൊന്നും ചെയ്തിട്ടല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഈ ചെറുപ്പം 10-20 വയസ്സേ ഉള്ളൂ. എനിക്ക് ഇച്ചിരി വൈരാഗ്യമൊക്കെ ആവശ്യമില്ലാതെ തോന്നി. ഞങ്ങളുടെ ലീഡർ പാസ്റ്റർ PD ജോൺസണും അങ്ങനെ എന്നെ വിട്ടു തന്നില്ല. ശരി, എന്നാ വേണ്ടാന്ന് വെച്ചു. 10 കൊല്ലം ഔട്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ച ആളായി ഞാൻ. ഇതെല്ലാം തിരിച്ചടികൾ ഇഷ്ടം പോലെ, അപമാനങ്ങൾ ഇഷ്ടം പോലെ. എൻ്റെ ഓർഡിനേഷനും ഞാൻ പഠിപ്പിച്ച പിള്ളേരുടെ ഓർഡിനേഷനും ഒരുമിച്ചായിരുന്നു. ഓക്കെ, ഈ ഓർഡിനേഷൻ ഒരു വലിയ പ്രശ്നമാണ്. ഒത്തിരി പേര് വടക്കുണ്ടാക്കുന്ന കേസാ. അപ്പൊ അങ്ങനെയെല്ലാം വളരെ ലേറ്റായി, വെരി ലേറ്റ് അവേഴ്സ്. എല്ലാത്തിനും സങ്കടങ്ങളുടെ ആഴങ്ങൾ നിരവധി കണ്ട ആളാ ഞാൻ. താഴ്മയോടെ പറയുന്നു, പല നഷ്ടങ്ങളുണ്ടായെങ്കിലും അഭിഷേകം, വിലപിടിച്ച അഭിഷേകം ഒരിക്കലും കളയാണ്ട് യോനെ അനുഭവിച്ചിട്ടില്ല. ആ ശക്തിയിലെ ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സേവിക്കുന്നത്, ആ കൃപയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു, ദൈവസഭ അഭിഷേകം മുഖമുദ്രയാകട്ടെ. ആമേൻ. വ്യക്തികൾ പെന്തക്കോസ്തിന്റെ ഉണ്മയിലേക്ക് നിർബന്ധമായി മടങ്ങട്ടെ, വില കൊടുക്കുവാൻ റെഡിയാകട്ടെ. എങ്കിൽ ദൈവം നമ്മെ നിശ്ചയമായി അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വിഷയം ബുദ്ധിയുള്ള ആരാധന എന്ന വിഷയമാണ്. ബുദ്ധിയുള്ള ആരാധന. ഈ വചനം നിങ്ങൾ വായിക്കണം. സ്വല്പ തിരുത്ത് ഞാൻ പറയുന്നത് പൊറുക്കണം നിങ്ങൾ. ബുദ്ധിയുള്ള ആരാധന എന്ന മലയാള തർജ്ജമ അത്ര ശരിയല്ല. ചെറിയ ബുദ്ധിയുടെയും ആത്മാവിന്റെ സമുജ്വലമായ സമന്വയമുണ്ട്. ഞാനിപ്പോൾ ഒരു കുറിപ്പല്ല ഇന്ന് തീർക്കുകയല്ലെങ്കിലും ഒരു കുറിപ്പ് എഴുതിക്കൊണ്ട് വന്നിരിക്കുക. ഞാൻ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്താ വന്നത്. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാ. നമുക്കൊരു നോട്ട് ഉണ്ടാവാം, പ്രിപ്പറേഷൻ ഉണ്ടാവാം. എൻ്റെ സുഹൃത്തുക്കൾ പാട്ട് പാടിയപ്പോൾ തന്നെ ചുമ്മാ വന്ന് കയറി പാടുകയായിരുന്നില്ലല്ലോ. നല്ല പ്രാക്ടീസ് ഉണ്ടായിട്ടുണ്ടല്ലേ? അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കീബോർഡ് പഠിക്കുന്നതെല്ലാം ചാടിക്കേറി വായിക്കാനല്ല, വർഷങ്ങൾ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. ശുശ്രൂഷയുടെ എല്ലാ തലത്തിലും ബുദ്ധിയുടെ നല്ല ഉപയോഗമുണ്ട്. ദൈവം തന്ന ബുദ്ധി നമുക്ക് നിശ്ചയമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ആ ബുദ്ധിയിലും ശുശ്രൂഷയുടെ ഒരു ഭാഗം ചെയ്യേണ്ടി വരും. പക്ഷെ അതിന്മേൽ ഞാൻ പകല് പറഞ്ഞ പോലെ അതിന്മേൽ വ്യാപരിക്കുന്ന ഒരു വലിയ അഭിഷേകം ചെയ്യേണ്ടി വരും. ബുദ്ധിയിൽ നാം ആരംഭിച്ച് എല്ലാവർക്കും അനുഭവമുണ്ട്. ക്രമേണ പരിശുദ്ധാത്മാവ് അനന്ത വിഹായസിലേക്ക് നമ്മെ എല്ലാവരെയും നയിക്കാറുണ്ട്. പറയാൻ ഉദ്ദേശിച്ച് പറയാതെയും പറയാൻ പ്ലാൻ ഇല്ലാത്തവ ആത്മാവിനാൽ പറഞ്ഞും നാം മിനിസ്റ്റർ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ബുദ്ധിയെ ഞാൻ നിഷേധിക്കുന്നില്ല. ബുദ്ധി ഈസ് ഫൈൻ. ആത്മനിറവ് ദൈവസഭയ്ക്ക് അനിവാര്യമാണ്. പക്ഷേ ഈ വാക്യത്തിലെ ശരിയായ പ്രയോഗം ഞാൻ ഈ പറഞ്ഞ ബുദ്ധിയുടെ ആരാധനയല്ല. ഇംഗ്ലീഷ് ബൈബിൾസ് പലതും നിങ്ങൾ വായിച്ചു നോക്ക്. ഒറിജിനൽ ഗ്രീക്കിൽ നിന്നുള്ള ഒരു നല്ല തർജ്ജമ വെച്ച് ഞാൻ പറയുകയാണ്. 2-3 ഇംഗ്ലീഷ് ഉണ്ട്. ഒന്ന് റീസണബിൾ സർവീസ് എന്നത്, 2 സ്പിരിച്വൽ വേർഷിപ്പ്, 3 കുറച്ചുകൂടെ സാമാന്യം റൈറ്റ് വേർഷിപ്പ്. ഇതാണ് ശരിക്ക് ഒന്നാം വാക്യത്തിലെ ശരിയായ അർത്ഥം. ബുദ്ധിയുമായിട്ട് ആ വാക്കിന് ബന്ധമേ ഇല്ല. ആ വാക്യം നമ്മൾ വായിക്കേണ്ടത് ശരിക്ക് ഇന്ന് ഞാൻ പറഞ്ഞാൽ
ശരിയായ ആരാധന എന്താണ്, ദൈവം പ്രസാദിക്കുന്ന ആരാധന എന്താണ്? കരമുർത്തി എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ആ വാക്യം തിരുത്തിൽ നിങ്ങൾ ഭാരപ്പെടരുത്. ആ വാക്യം അങ്ങനെ വായിച്ചാലേ ആ വാക്യം ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഇന്ന് രാത്രി അതുകൊണ്ട് പൗലോസ്ലീഹ നമ്മോട് പറയുന്നത് നാം ശരിയായി ദൈവത്തെ ആരാധിക്കണമെന്നാണ്. ചർച്ച് പറയുന്ന പോലെ, ലീഡർഷിപ്പ് പറയുന്ന പോലെ, നമ്മുടെ സെറ്റപ്പ് നമ്മോട് പറയുന്ന പോലെ, പാരമ്പര്യം പറയുന്ന പോലെ, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ, ജനങ്ങളെ ഉന്മാദത്തിൽ ആരവാരം കൊള്ളിക്കാൻ, ഉഷാറാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അല്ല ആരാധന. മുട്ടുമടക്കുന്ന കസാലിരിക്കുന്ന മുഴുവൻ പേരുടെയും അകത്തു വ്യാപരിക്കേണ്ട വികാരം, എൻ്റെ ആരാധനയിൽ എൻ്റെ ദൈവം പ്രസാദിക്കണം, എൻ്റെ ദൈവം പ്രസാദിക്കണം. പാസ്റ്റർ പ്ലീസ്ഡ് ആയ പോരാ, ജനങ്ങൾ നല്ല ഉഷാരം തകർത്തു അടിപൊളി എന്ന് പറഞ്ഞ പോരാ, പറയിപ്പിച്ച പോരാ. 3 മണിക്കൂർ നമിച്ചു മടങ്ങുന്ന ആത്മീയൻ പറയണം, എൻ്റെ കർത്താവ് പ്രസാദിച്ചു, എൻ്റെ കർത്താവ് പ്രസാദിച്ചു, എൻ്റെ ദൈവത്തിന് ഇഷ്ടമായി. അതാണ് ശരിയായ ആരാധന, അതാണ് ശരിയായ ആരാധന. നിങ്ങൾ കേട്ടുണ്ട്, ഒരു മ്യൂസിക്കൽ കോൺസേർട്ട് ആദ്യമായിട്ട് അരങ്ങേറുന്ന ഒരു നല്ല വയലിനിസ്റ്റ്, കഷ്ടപ്പെട്ട് പഠിച്ചവന്, ഒരുപാട് പേര് വന്ന മഹാസംഗമത്തില് അവനറിയാവുന്ന മുഴുവൻ വൈദഗ്ധ്യം ഉപയോഗിച്ച് 2-3 പാട്ടുകൾ വായിച്ചിട്ട് എല്ലാവരും സ്റ്റാൻഡിങ് ഒവേഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ, എഴുന്നേറ്റ് നിന്ന് പോലും കൈയടിച്ച് അഭിനന്ദിച്ചു. എന്നിട്ട് ഇവൻ്റെ മുഖം മാത്രം തെളിഞ്ഞില്ല. എല്ലാവരും ഓർത്ത്, ഒരു കൂട്ടുകാരൻ വന്ന് ചോദിച്ചു, വായ് ഇത്രയും പേര് ഇത്രയും ആഹ്ലാദം കാണിച്ചിട്ട് നിന്റെ മുഖത്തന്നെ ഒരു സങ്കടം? അവൻ പറഞ്ഞു, ഇരിക്കുന്ന ആളെ കണ്ടോ, അയാളുടെ മുഖം ഇതുവരെ തെളിയാത്ത കൊണ്ടാ എൻ്റെ മുഖം തെളിയാത്തത്. എന്നെ വയലിൻ പഠിപ്പിച്ച ഗുരുവായിരിക്കുന്നത്. അവൻ കാര്യം മനസ്സിലായില്ലേ? ആത്മീയൻ വായിക്കുമ്പോഴും മീട്ടുമ്പോഴും പാടുമ്പോഴും ചാടുമ്പോഴും എല്ലാം ആകത്തൊരു ഓർമ്മ ദൈവം തരട്ടെ. എൻ്റെ കർത്താവ് ഷുഡ് ബി പ്ലീസ്ഡ്. കരമുർത്തി എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. എൻ്റെ യേശു പ്രസാദിക്കണം. എൻ്റെ ആരാധന റൈറ്റ് വേർഷിപ്പ് ആയിരിക്കണം. വിശ്വാസക്രമങ്ങളും പ്രമാണങ്ങളും സമുദായവും സഭയെ ഉന്നതന്മാരും എന്നോട് പറഞ്ഞ മട്ടിലും മാതിരിയിലുമല്ല ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. ലിറ്റർജി, ലിറ്റനി എന്നോട് ഡിമാൻഡ് ചെയ്ത വേർഷിപ്പ് അല്ല എൻ്റേത്. എൻ്റെ ആരാധന ഞാൻ ഉള്ളം തകർത്ത് കണ്ണു നിറച്ച്, ചിലപ്പോൾ ഒച്ചപ്പാടും ബഹളവും ഒത്തിരി ഇല്ലാതെ, ആരവാരമില്ലാതെ, ചിലപ്പോൾ തൊണ്ടയിൽ ശബ്ദം കുടുങ്ങി, നാവ് വളഞ്ഞ്, അധരങ്ങൾ ചലിച്ച് വരണ്ടുണങ്ങി, വാക്കുകളായി ശബ്ദങ്ങൾ പുറത്തു വന്നില്ലെങ്കിലും എൻ്റെ ഉള്ളറെ അറിയുന്ന ഒരു കർത്താവ് ഇന്നത്തെ ആരാധനയിൽ പ്രസാദിച്ചു എന്ന് പറയാൻ കഴിഞ്ഞാൽ അതാണ് ആരാധനയുടെ വിജയം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ഒരു വലിയ ഉത്സാഹം ദൈവം നമുക്ക് നൽകട്ടെ. ഞാൻ ഈ അധ്യായത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാതെ ദൈവം പ്രസാദിക്കുന്ന റൈറ്റ് വേർഷിപ്പ് എന്ത് എന്ന ചോദ്യത്തിന് എൻ്റെ പഠനം എന്നെ കാട്ടിത്തന്ന 7 കാര്യങ്ങൾ പറയാനാണ് എനിക്ക് നിയോഗം. 7 കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം പറയില്ല, സമയം ഞാൻ പാലിച്ച് സംസാരിച്ചോളാം. ഒന്നാമത്തെ മറുപടി, റൈറ്റ് വേർഷിപ്പ് ശരീരത്തെ അർപ്പിക്കുന്ന ആരാധനയാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവ് ജനത്തോട് ഇന്ന് രാത്രി പറയുന്നു, കർത്താവുമായി വ്യക്തിപരമായി ബന്ധമില്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ആരാധനയുടെ പിന്നാമ്പുറത്ത് ബാക്ക് ബെഞ്ചിലിരുന്ന് കഷ്ടി ചുരുണ്ടെഴുന്നേറ്റ് പോകുന്ന കാഴ്ചകളുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവർ തിരുത്തി മടങ്ങാൻ ഞാൻ ആത്മാവിൽ ഈ ദൂത് പറയുന്നു. ആരവാരത്തിന്റെ ഭാഗമായി ശബ്ദത്തിൽ ദൈവത്തെ ആരാധിക്കാതെ വല്ലവരുടെയും ആരാധന കേട്ട് അകമ്പടിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വ്യക്തിപരമായ ഒരു രൂപാന്തരം ഇന്ന് രാത്രി ദൈവം കൊടുക്കാൻ ഞാൻ ഈ സന്ദേശം ആത്മ നിറവിൽ വിളിച്ചു പറയുന്നു. ശരിയായ ആരാധന ശരീരത്തെ യാഗമാക്കുന്ന ആരാധനയാണ്. കരമുർത്തി എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ, കോളേജുകളിൽ, കോളേജ് ബസ്സുകൾക്കുള്ളിൽ, നിന്റെ പ്രൈവറ്റ് മൊമെന്റ്സിൽ, നിന്റെ ഐസ്ക്രീം പാർലറിൽ, നിന്റെ ഷാർജ ഷെയ്ഖിന്റെ കമ്മ്യൂണിറ്റിയിൽ, നിന്റെ ഫേസ്ബുക്കിൽ, നിന്റെ ഇന്റർനെറ്റ് ബ്രൗസിംഗിൽ, നിന്റെ ടെക്സ്റ്റ് മെസ്സേജിംഗിൽ, നിന്റെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അനന്ത സാധ്യതയുള്ള അൺലിമിറ്റഡ് ടെംപ്റ്റേഷന്റെ മധ്യത്തിൽ അമ്മയച്ഛന്മാരും ഭാര്യാഭർത്തൃ ബന്ധങ്ങളും പിള്ളേർ
അപ്പന്മാരും ഗുരുക്കന്മാരും പാഷന്മാരും അടുത്തു വരാത്ത ഏകാന്തതയുടെ നിന്റെ കൊച്ചു നിമിഷങ്ങളിൽ ഞാൻ യേശുവിന്റെ യാഗപീഠത്തിന്മേൽ എരിഞ്ഞടങ്ങുന്ന ഒരു യാഗവസ്തുവാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിന്റെ ആരാധനയിൽ ഇന്ന് രാത്രി എന്റെ ദൈവം പ്രസാദിക്കുവാൻ പോകുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിന് പകരം പല ഡ്യൂപ്ലിക്കേറ്റ് ആരാധന ദൈവസഭയ്ക്കകത്തുണ്ട്. എനിക്ക് ആ 3 പോയിന്റുകൾ സംസാരിക്കാൻ ഞാൻ സമയമെടുക്കാൻ പാടില്ല, സമയം പോകുന്നത് കൊണ്ട്. ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. പ്രധാനപ്പെട്ട ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആരാധന ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, അപ്പൻ്റെ കെയറോഫിൽ അച്ഛൻ മഹാപുരോഹിതനായതുകൊണ്ട് ആ അവകാശവാദം ഉന്നയിച്ച് ദൈവം വിലക്കിയ കർമ്മം ചെയ്ത് ധൂപം കാട്ടി ആളുകളിക്കാൻ പോയ 2 പുരോഹിത കുട്ടികളെ കർത്താവ് കൈകാര്യം ചെയ്യുകയാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അത് എൻ്റെ മകനാകട്ടെ, നിങ്ങളുടെ മക്കളാകട്ടെ, പെന്തക്കോസ്തിന്റെ പൈതൃകത്തിൽ അനധികൃതമായി ദൈവം കൽപ്പിക്കാത്ത ജാടകളുമായി രംഗത്ത് വന്നാൽ കർത്താവ് കരിച്ചു കളയുമെന്ന് ഈ രാത്രി പറയാൻ എനിക്ക് നിയോഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൗരോഹിത്യത്തിന്റെ പൈതൃകം കർത്താവ് നോക്കുന്നില്ല. നാദാബും അബീഹുവും എരിഞ്ഞു പോയെങ്കിൽ അതിന് ബൈബിൾ വിളിക്കുന്ന പേര് അന്യാഗ്നിയുടെ ആരാധന എന്നാണ്. ഈ പ്രസംഗിക്കുന്ന ഞാനും പാടുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാരും ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നവരും ഒരു ഉഷാറില്ലല്ലോ, ഒരു ഉന്മേഷം വരാൻ വേണ്ടി ഉണർവിന്റെ കട്ട ഞെക്കി പാടിയാൽ, ദൈവാത്മാവ് പറയാതെ ചുമ്മാ ചാടിയാൽ, അന്യഭാഷ ഇല്ലാതെ നാട്ടാരെ ബോധിപ്പിക്കാൻ ചില മ്യൂസിക് ടീമുകൾ അന്യഭാഷ പറയുന്ന പോലെ വല്ലതും ചെയ്താൽ, ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ആർട്ടിഫിഷ്യൽ തീ ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവം പ്രസാദിക്കുകയില്ല. അവരെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കരമൂർത്തി എല്ലാവരും സമർപ്പിച്ച് ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. പ്രസംഗമാകട്ടെ, പ്രബോധനമാകട്ടെ, അന്യഭാഷയാകട്ടെ, പ്രവചനമാകട്ടെ, പാരമ്പര്യത്തിന്റെ പെന്തക്കോസ് പഴക്കത്തിൽ അവിഹിത അനധികൃത ഇടപാടുകൾ നാട്ടാർ സഹിക്കും, സഭക്കാർ സ്വീകരിക്കും, പക്ഷെ ദൈവം പൊറുക്കുകയില്ല. ആമേൻ. സ്ട്രേഞ്ച് ഫയർ ഈസ് എ ഡേഞ്ചറസ് മൂവ്. കർത്താവിന്റെ സഭയിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതികേടാണ്. പെന്തക്കോസ് ഒരു 100 കൊല്ലം പിന്നിട്ടപ്പോൾ ഈ കുഴപ്പമെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്യാഗ്നി ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് ഈ രാത്രി ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അന്യാഗ്നി ഇവരെ കത്തിച്ച് കരിഞ്ഞു പോയപ്പോൾ മറുവശത്ത് ചരിത്രത്തിന്റെ വേറൊരു ഭാഗത്ത് ഞാനൊരു ഭക്തനെ കാണുന്നു. നിങ്ങൾ അറിയുന്ന പഴയ ഏലിയാവ്. അവൻ 3-3.5 കൊല്ലം ഒരു ശുശ്രൂഷ വെളിപ്പെടുത്തിയ കാര്യം നിങ്ങൾക്കറിയാം. അവന്റെ അകത്ത് എരിഞ്ഞ് തുടങ്ങിയ ഒരു അഗ്നി ഉണ്ടായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് അഗ്നി ആർക്കും ഇറക്കാൻ പറ്റത്തില്ല. ദൈവദാസന്മാരെ, വില കൊടുത്ത് അകത്ത് സ്വരുക്കൂട്ടിയ ഒരു അഗ്നി സ്ഫുലിംഗം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അഗ്നിയുമായിട്ട് അതിനൊരു റിമോട്ട് ബന്ധമുണ്ട്. നിന്റെ കയ്യിൽ ദൈവത്തിന്റെ അഗ്നിയുടെ റിമോട്ട് ഏൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. 450, 400, 850 ബാൽ അശേര ആചാര്യന്മാര് വൈകുന്നേരം വരെ കാറി കൂകി എന്തും മേളിപ്പും നടത്തട്ടെ, നീ മൈൻഡ് ചെയ്യണ്ട. അകത്തഗ്നിയുള്ളവന് ഇരുന്ന് ജാഗരിച്ചാൽ മതി. സ്വർഗത്തിന്റെ സമയത്ത് ഒരു വാക്കുത്തരിക്കുമ്പോൾ സ്വർഗത്തിന്റെ അഗ്നി തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങുമെന്ന് ഈ രാത്രി ഞാൻ ദൈവത്തോടെ ബലത്തിനു വേണ്ടി ശക്തമായി വിളിച്ചു പറയുന്നു. ദൈവത്തിന്റെ അഗ്നി എനിക്ക് വേണമെന്ന് എത്ര പേരുന്ന രാത്രി കരങ്ങളെ അടിച്ച് ദൈവത്തെ പാടി ദൈവത്തിന് ആരാധന കരമടിച്ച് എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തമായി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന്റെ അഗ്നി, ദൈവത്തിന്റെ അഗ്നി, അഭിഷേകത്തിന്റെ അഗ്നി, കൃപയുടെ അഗ്നി, നിറവിന്റെ അഗ്നി, ശക്തിയുടെ അഗ്നി, ശുദ്ധിയുടെ അഗ്നി, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങാൻ, അന്യാഗ്നികൾ അകന്നു പോകാൻ അഭിഷേക അഗ്നി ഈ രാത്രി വ്യാപരിക്കണമെന്ന് എത്ര പേർ ജാഗരിക്കുന്നു. അവർക്ക് വേണ്ടി ഒരഗ്നി ഇറക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ വന്ന കൊച്ചു ഗ്രാമങ്ങൾ, ട്രിവാൻഡ്രം സിറ്റിയുടെ ചെറിയ ചെറിയ ഇരുട്ടിൻ്റെ തുരുത്തുകൾ, അവിടെ ഉയർന്ന അന്യാരാധന. എനിക്കറിയാം ദൈവമക്കളൊക്കെ ഭാരത്തിലാണ്. അയൽപക്കത്ത് മുമ്പൊന്നും കാണാത്ത ഉയർച്ചകളും ഒച്ചപ്പാടും ബഹളവും കർമ്മങ്ങളും കാണുമ്പോൾ ആത്മീയ വേദനയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ രാത്രി ദൈവം തന്ന ഒരു വെളിപ്പാടിൽ ഞാനിത് വിളിച്ചു പറയുന്നു. സത്യാരാധനയ്ക്ക് വില കൊടുക്കാൻ, ദൈവപ്രസാദമുള്ള വേർഷിപ്പിന് വില കൊടുക്കാൻ, ദൈവം തന്ന കൊച്ചു വീട്ടിനകത്ത് ദൈവത്തിൻ്റെ അഗ്നിക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു ഉള്ളറ നിങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും.
എന്നെ കർത്താവ് മാനിക്കും. ശത്രുവിന് മധ്യ കർത്താവ് എനിക്കായി മേശ ഒരുക്കും. ഞാൻ സേവിക്കുന്ന ദൈവം ആരെന്ന് തെളിയിക്കപ്പെടും. കർമ്മേലിൽ തെളിയിക്കപ്പെടും. ബാലും ആശേരിയും ഞാൻ ശാസിക്കേണ്ട, ഞാൻ ഭത്സിക്കേണ്ട. ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുമ്പോൾ അവർ ഇല്ലാതായിക്കൊള്ളുമെന്ന് ഈ രാത്രി ആത്മാവിൽ വിശ്വസിക്കാൻ നമുക്ക് തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്കായി 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 തന്റെ അഗ്നി ഇറക്കി നിന്നെ മാനിക്കാൻ ദൈവത്തിന് ഇന്ന് രാത്രി പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ അഗ്നിക്ക് വേണ്ടി ഉള്ളറകൾ കൊതിക്കട്ടെ. ഞാൻ പിന്നെയും പറയുന്നു, ഇരുട്ടിന് കട്ടി കൂടിയാലേ അഗ്നിയുടെ പ്രകാശം വർദ്ധിക്കുകയുള്ളൂ. അവിടെ കുറച്ച് അന്ധകാരം നമുക്ക് പെരുകിക്കോട്ടെ, പ്രോബ്ലം. കർമ്മങ്ങൾ ആൾക്കാർ ചെയ്തോട്ടെ. കുറെ കഴിയുമ്പോൾ നീ ഒന്നും കഷ്ടപ്പെടാതെ സ്വർഗം തന്റെ അഗ്നി ഇറക്കും. നീ കുറേ കൊല്ലം കണ്ണീരോ പറയുന്നില്ലെങ്കിലും അവൻ്റെ ആത്മതപനം എനിക്ക് മനസ്സിലാവും. അവൻ കെരീത്തിൽ സഹിച്ച പട്ടിണി എനിക്കറിയാം. സരേഫാത്തിലെ നാണക്കേട് ഞാൻ തിരിച്ചറിയുന്നു. ദൈവദാസന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പല അപമാനങ്ങൾ ഉണ്ടായെങ്കിലും അവൻ്റെ അകത്തേരി പൊരി കൊണ്ട് അഗ്നിയുടെ ഒരു കഷ്ണമുണ്ടായിരുന്നു കൊണ്ട് ബാലിൻ്റെ ആശാരിയുടെ ആചാര്യന്മാരെ കണ്ട് അവൻ കുലുങ്ങിയില്ല. അവൻ ധൈര്യമായി പറഞ്ഞു, കുറച്ചുകൂടെ പ്രാർത്ഥിച്ചു, കുറെ കൂടെ കാറിക്കൂക, ചിലപ്പം ദേവൻ വല്ല കർമ്മത്തിന് പോയതായിരിക്കും എന്നൊക്കെ ചില്ലറ പരിഹാസം കലർത്തി അവൻ പറഞ്ഞത് ദൈവം എന്ത് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. അവനൊരു കൊച്ചു പ്രാർത്ഥനയെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടായുള്ളൂ. അഗ്നിക്ക് നേരത്തെ തീ കൊടുത്തിട്ട് വരുന്നവന് പിന്നെ നീട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഞാൻ ദൈവദാസന്മാരെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നു, പാർക്കുന്ന ഇടം പ്രവർത്തിക്കുന്ന മണ്ഡലത്തില് അന്ധകാരത്തിന് മധ്യത്തില് ശാസിച്ചും ഭത്സിച്ചും നമുക്ക് നേരം പോക്കണ്ട. മറിച്ച് മുട്ടുമേൽ നിന്ന് കരഞ്ഞാൽ സ്വർഗത്തിന്റെ അഗ്നി നമുക്കായി ഇറക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മെ തെളിയിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കർമ്മേലിൽ ഏലിയാവ് ആരെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആഹാബും ഈസബേലും തകർന്നു പോകാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നു. അന്യാഗ്നികൾ നിന്നു പോകട്ടെ, ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരട്ടെ. സ്വർഗം താണിറങ്ങി വന്ന് തന്റെ അഗ്നി കത്തിക്കട്ടെ. തന്റെ അഗ്നി കത്തിക്കുമ്പോൾ ദൈവമക്കൾ മടങ്ങി വരുന്നു, ആരാധന യഥാസ്ഥാനപ്പെടുന്നു, കൃപ വ്യാപരിക്കുന്നു, അഭിഷേകം തുടിക്കുന്നു. അന്ധകാര ശക്തികള് സ്വാഭാവികമായി വിട്ടുപോകുന്നു. ദുഷ്ടനാമരുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചീതറി പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുന്ന ആരാധനയാണ് നമ്മുടെ വിഷയം. ശരീരത്തെ മരിപ്പിക്കാത്തവന് ചൊവ്വേ ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. ഒരു പഴയ ഉപദേശി ആയതുകൊണ്ടും കുറേ സഭകളിൽ അത്യാവശ്യം സഞ്ചരിക്കേണ്ട കാര്യമുള്ളത് കൊണ്ടും എത്ര കൊല്ലമായി ഈ സംഭവം കാണുന്ന ഞാൻ വേദനയോട് ഇന്ന് രാത്രി ദൈവസഭയോട് ദൈവമക്കളോട് പറയുന്നു, പലയിടത്തും ഞായറാഴ്ച വന്ന് ആഴ്ച മുഴുവൻ ചെയ്തു കൂട്ടിയ കുഴപ്പങ്ങളെയൊക്കെ പരിഹരിക്കാനും പിന്നെ കഴുകാനും കരയാനും ഒക്കെ നേരമെടുത്ത് ആരാധന പിരിയുമ്പോഴേക്കാ ഏതാണ്ട് ഒരു ലെവലാകുന്ന ആൾക്കാർ ആരാധന തുടങ്ങാൻ വേണ്ടി. കാരണം ഏറ്റുപറയാൻ ഒത്തിരി കാണും, ഓർക്കാൻ ഒരുപാട് കാണും, പാട്ട് പാടാൻ പറ്റത്തില്ല, കൈയടിക്കാനൊന്നും കൈ പൊങ്ങത്തില്ല. പലമാതിരി ഓർമ്മകൾ അവരെ വേട്ടയാടും. ആരാധനയുടെ ഒരനുഗ്രഹവും പ്രാപിക്കാൻ കഴിയാതെ അവർ ഗതികേടോടെ മടങ്ങുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. പല മുഖം വന്നതുപോലെ കാളമേൽ മടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയുന്നു, നിന്റെ മുഖത്തിന് ഭംഗി ദൈവത്തിന് വിഷയമല്ല, നിന്റെ കാശ് ദൈവം നോക്കുന്നില്ലല്ലോ, നീ ഒരു ആവറേജ് വിശ്വാസിയാന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല, നിന്റെ പ്ലേസ്മെന്റ് കർത്താവ് നോക്കുന്നില്ല. ഈ ആലയത്തിനകത്ത് വിശുദ്ധിയോടെ കൈകാലുകളെ യേശുവിനായി സമർപ്പിച്ച് ആഴ്ചയുടെ 6 ദിവസം പണിയെടുക്കുന്ന പണിശാലയിൽ പഠിക്കുന്ന കോളേജിൽ ഞാൻ യേശുവിൻ്റെ യാഗവസ്തുവാണെന്നുള്ള ബോധ്യത്തിൽ ആത്മാവിൽ പോരാട്ടം കഴിച്ച് പാപത്തിന്മേൽ ജയമെടുത്തിട്ട് ആരാധനയ്ക്ക് വരുന്ന വ്യക്തി മുട്ടുമടക്കുമ്പോൾ അവന്റെ സാന്നിധ്യം കൊണ്ട് കൃപ വ്യാപരിക്കാൻ പോകുക, ദൈവത്തിന്റെ അഗ്നി നിശ്ചയമായി വ്യാപരിക്കാൻ പോകുക, ജനം സന്തോഷിക്കാൻ പോകുക, അവരുടെ മുഖത്ത് ദൈവത്തിന് ഷഖൈന ഇറങ്ങി വരാൻ പോകുക, ആരും കാണാത്ത തേജസ് അവരിൽ വ്യാപരിക്കാൻ പോകുക. അതുകൊണ്ട് ശരീരത്തെ മരിപ്പിച്ച് ദൈവത്തെ ആരാധിക്കാൻ ദൈവം കൃപ നൽകട്ടെ. ആദരത്തെ നാവിനെ ശരീരഭാഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ മരിപ്പിച്ച് ദൈവത്തെ ആരാധിച്ചാൽ അത് ശരിയായ ആരാധനയായി മാറുകയാണ്. രാത്രി ഞാൻ പറയുന്നു, ആരാധനയ്ക്ക് എനി വേർഡ് സൺഡേ സർവീസ് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ കൊച്ചു വീട്ടിലെ കൊച്ച് ഫാമിലി പ്രെയർ വരെയുള്ള കാര്യമാണ്.
ദൈവമക്കൾക്ക് അറിയാമല്ലോ, അന്യഭാഷ പറയാൻ ചില കക്ഷികൾ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ഞായറാഴ്ച പാട്ട് ജോഡിച്ച് മ്യൂസിക് ടീം അവസാന സ്റ്റാൻസ അതിൻ്റെ ലാസ്റ്റ് ലൈൻ പിന്നെ 5 പ്രാവശ്യം കൂടെ പാടുമ്പോൾ കഷ്ടിച്ച് ഒന്ന് കൈവെക്കുന്ന കുറേ പേരിലും എല്ലാ സഭകളിലും ഉണ്ട്. അവർക്ക് ഈ ദീർഘ കാത്തിരിപ്പും ഞാൻ ഈ പറഞ്ഞ ഒരുപാട് കഴുകലും ഒക്കെ വേണ്ടി വരും. യോഗം പിരിയും വരെ ആ നടപടി ചെയ്തുകൊണ്ടിരിക്കും. പാസ്റ്റർ ഫോമിലാകണം, ശുശ്രൂഷകൻ ചാടണം, അങ്ങേറെ തൊണ്ട പോണം, എന്നാലേ ചിലർക്ക് എന്തെങ്കിലും ഏക്കുള്ളൂ. പക്ഷെ ഞാൻ മറുവശമായി ഇന്ന് രാത്രി പറയുന്നത്, പാസ്റ്റർ യോഗത്തിന് 10 മണിക്ക് എത്തുന്നതിന് മുമ്പ് പോലും നിങ്ങൾ ആരാധനയ്ക്ക് എത്തിപ്പോയാൽ മുട്ടുമടക്കി ഉള്ളം തകർത്ത് കണ്ണ് നിറച്ചൊരു നിമിഷം കർത്താവിൻ്റെ ഒരു വിശുദ്ധ യാഗവസ്തുവായി സമർപ്പിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ശക്കനെ ഇറക്കാൻ, നിങ്ങളുടെ ബലിതൃക്കരം വ്യാപരിക്കാൻ, ആണിപ്പെടുത്തേറ്റ യേശുവിൻ്റെ കരം അനേകരെ അനുഭവിക്കാതെ പോകുമ്പോൾ, ദൈവശബ്ദം പലരും കേൾക്കാതെ പോകുമ്പോൾ, ദൈവശബ്ദം കേട്ട് മുഖം തെളിഞ്ഞ് ദൈവകൃപ അനുഭവിച്ച് ആത്മാവിൽ ബലപ്പെട്ട് മടങ്ങാൻ ദൈവം കൃപ കൊടുക്കാൻ പോകുക. ശരീരത്തെ മരിപ്പിക്കുവാൻ ഒരു തീരുമാനം ദൈവസഭ ഇന്ന് രാത്രി എടുക്കട്ടെ. എൻ്റെ ആദ്യ സഭാ ശുശ്രൂഷ കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കുപ്രസിദ്ധമായ കക്കയം ക്യാമ്പിനടുത്തുള്ള കൂരാച്ചുണ്ടെന്ന സ്ഥലത്തെ അസംസ് കൊണ്ട് പഴയ ഒരു സഭയിലായിരുന്നു. അപ്പച്ചൻ സ്ഥലം മാറി ഒഴിവിൽ വേറെ ആളെ കിട്ടാഞ്ഞുകൊണ്ട് എന്നെ വെച്ചതാ. അല്ലെ, പിന്നെ അപ്പച്ചൻ മാറിയപ്പം അതിന് പകരക്കാരനാവില്ല ഞാൻ. പാവപ്പെട്ട പണിക്കാർ മാത്രമുള്ള സഭ. അവർ തരുന്നത് കൊണ്ടൊന്നും പാസ്റ്റർമാർക്ക് ഉപജീവിക്കാൻ പറ്റുമായിരുന്നില്ല. ഏജ് 1 ഏക്കർ ഭൂമി പണ്ടുകാലത്ത് മേടിച്ചിട്ടുകൊണ്ട് അവിടെ കപ്പയിട്ടും കശുവണ്ടി പെറുക്കിയും ഒക്കെ ആ പിള്ളേരെ, ഞങ്ങളെപ്പോഴത്തെ വലിയ കുടുംബത്തിൽപ്പെട്ട പാസ്റ്റർ, വലിയ കുടുംബം എന്ന് പറഞ്ഞാൽ പ്രശസ്തിയല്ല, പിള്ളേർ ഒത്തിരിയുള്ള കുടുംബം എന്ന് ഞാൻ പറഞ്ഞത്, ഈ പിള്ളേരുടെയൊക്കെ വയറ് നിറച്ചുകൊണ്ടിരുന്നത് കഷ്ടപ്പെട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആ പാവപ്പെട്ടവരുടെ സഭയില്ലേ. ഞാൻ ഇന്ന് രാത്രി ആ മരിച്ചുപോയ അമ്മയെ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുന്നു, 4 വീട്ടിൽ പാത്രം തേച്ച് കഴുകുന്ന ജോലിയുള്ള, പള്ളിക്കൂടത്തിൽ ഒരിക്കലും പോവാത്ത, ബൈബിൾ യോഗത്തിന് ഒരു കാലത്ത് കൊണ്ടൊരു കാര്യമില്ല, വായിക്കാൻ അറിയത്തില്ലല്ലോ, ഒരു സാധു സ്ത്രീ 2 കൈ കൊണ്ടും കണ്ണുകൾ തിരുമ്പി എല്ലാ ഞായറാഴ്ച സാക്ഷ്യം പറയും. പണ്ട് സഭകളിൽ എല്ലാവരും സാക്ഷ്യം പറയുമല്ലോ. അവരെ മിക്കവരും അവഗണിക്കും. കാരണം അവരുടെ വർത്തമാനം ശുദ്ധമല്ല, മലയാളം വ്യാകരണത്തെറ്റില്ലാത്തതല്ല, പിന്നെ പ്രായത്തിൻ്റെ ക്ഷീണവും ആവശ്യതയുണ്ട്. യവനാരംഭത്തിൽ ദൈവം എനിക്ക് എന്ന ഒരു സന്തോഷത്തിൽ ഞാൻ ഈ സാധുവിൻ്റെ വായിൽ നിന്ന് കേട്ട ദൂതുകൾ പ്രവചനമായി ജീവിതത്തിൽ പലപ്പോഴും നിറവേറിയിട്ടുണ്ട്. എനിക്ക് അവരെ അവഗണിക്കാൻ ഒരിക്കലും പറ്റിയിട്ടില്ല. ഈ രാത്രി ബഹുമാന്യന്മാരെ ആദരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, പാഷ M.A. ജോണോ, പാഷ K.K. ജോസഫോ ഈ പോഡിയത്തിൻ്റെ പിന്നിൽ നിന്ന് പറയുന്ന വചനം മാത്രമേ ആലോചനയാവൂ എന്ന് ആരും വിചാരിക്കരുത്. ഞാനൊരു തിരുത്തു പറയുക, കർത്താവെ സംസാരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വരുന്നവന് പ്രാർത്ഥനയുടെ ആരം മുതൽ ആശീർവാദ സമയം വരെ എവിടെ നിന്നും വചനം കേൾക്കാം, എവിടെ നിന്നും ആലോചന പ്രാപിക്കാം. ഒരു പാവപ്പെട്ട ഒരു പാട്ട് നിനക്ക് വേണ്ടി ദൈവം സെറ്റ് ചെയ്ത ഒരു ദൂതായിരിക്കും. ഒരു സാധുവിന്റെ സാക്ഷ്യം നിന്റെ കണ്ണിൽ തുടയ്ക്കാൻ വേണ്ടി ദൈവം കൽപ്പിച്ചയച്ച ഒരു മെസ്സേജ് ആയിരിക്കാം. ആമേൻ. കർത്താവിന്റെ ശബ്ദം കേൾക്കും വരെ ആവലോടെ കാത്തിരുന്നാൽ ദൈവം സംസാരിക്കാൻ പോകുക. വിശ്വാസമുള്ള എല്ലാവരും കാര്യമെടുത്ത് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. സ്വർഗം സംസാരിക്കാൻ പോകുക, ദൈവം ഇടപെടാൻ പോകുക. ദൈവം സംസാരിക്കുമെന്ന് അനുഭവങ്ങൾ ഞാൻ ഈ രാത്രി ശക്തമായി വിളിച്ചു പറയുന്നു. ശരീരത്തെ യാഗമാക്കാൻ ദൈവം കൃപ നൽകട്ടെ. ആധുനിക ലോകത്തിലെ വളരുന്ന സിറ്റിയിലെ കാസ്മോപൊളിറ്റൻ എന്ന് പറയാവുന്ന ഈ ഗ്രോയിങ് സിറ്റി, ഡെവലപ്പിംഗ് സിറ്റി, കുഞ്ഞുങ്ങളെ, പല പ്രായക്കാരെ, എൻ്റെ മക്കളുടെ പ്രായമുള്ളവരെ, അനുജന്മാരെ, അനുജത്തിമാരെ, അനന്ത സാധ്യതകൾ, പ്രതികൂലങ്ങൾ, പ്രലോഭനങ്ങൾ വർദ്ധിക്കുന്ന സ്ഥലത്ത് കൃപയിൽ ആശ്രയിച്ച് ആരാധിക്കുന്നവർ മാത്രമേ അതിനെ കുടഞ്ഞൊഴിയാൻ കഴിയത്തുള്ളൂ. പാപത്തിൻ്റെ പറ്റുമാനത്തിന്മേൽ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കാൻ, പ്രാപിച്ച അഭിഷേകത്തിന്റെ കരുത്തുകൊണ്ട് ജയമെടുക്കാൻ, അന്യഭാഷയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പെന്തക്കോസ്തല ഞാൻ പറയുന്നത്, നിന്റെ ജഡത്തിലെ ഇമ്പങ്ങളുടെ മേൽ ജയം നൽകുന്ന ആത്മശക്തി ഏറ്റെടുത്ത് പാപത്തോട് പോരാടി ജയിച്ചാൽ ആരാധിക്കാൻ വരുമ്പോ നീ അഭിഷേകത്തിൽ കുളിക്കാൻ പോകുകയാണ്. സഭയ്ക്ക് നിങ്ങളൊരു അനുഗ്രഹമായി തീരാൻ പോകുകയാണ്. ശരീരത്തിന്റെ വിശുദ്ധ അർപ്പണമാണ് പ്രധാനപ്പെട്ട യാഗം. വായിക്കുന്നില്ല, സമയം പാലിക്കാൻ. എബ്രായർ 13-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യമാവണം. നാം ഇങ്ങനെ വായിക്കുന്നു,
അതുകൊണ്ട് നാം അവന്റെ അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ദൈവപ്രസാദമുള്ള റൈറ്റ് വേർഷിപ്പിൽ കർത്താവിന് സ്തുതി അർപ്പണം അനിവാര്യമായിരിക്കണം. എന്നെ പോലത്തെ ഉപദേശന്മാർ ആൾക്കാർ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ചിലപ്പം പറയാനൊക്കെ പറയുവേ. അങ്ങനെ പറയിപ്പിച്ചൊരു കാര്യമില്ലെന്ന് അറിയാം, എന്നാൽ ജനം ഉറങ്ങാതിരിക്കാനായി പറയുന്നത്. ഉപദേശിമാരോ ക്രൂസൈഡുകാരോ ലീഡേഴ്സോ നിർബന്ധിച്ച് പറയിപ്പിക്കുമ്പം സ്തോത്രം പറയാൻ മാത്രം ആരും കാത്തിരിക്കരുത്. അവർ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമുള്ള മറ്റൊരു 6 യാഗങ്ങൾ ന്യൂ ടെസ്റ്റമെന്റിലുണ്ട്. 6 യാഗങ്ങൾ, അതെല്ലാം ഞാൻ ഇവിടെ പറയുന്നില്ല. ഇഷ്ടപ്പെട്ട മറ്റൊരു യാഗാർപ്പണമാണ് ആദരഫലം എന്ന സ്തോത്രയാഗം. ആമേൻ. യൗവനക്കാരെ, ഈ സഭയ്ക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് ദൈവം തന്നിട്ടുണ്ട്. ഐ എം ഗ്ലാഡ് അബൌട്ട് ഇറ്റ്. എന്നിട്ട് ഞാൻ പറയുന്നു, ദൈവം തന്ന യുവതയുടെ കരുത്തും ഊർജവും ചെറുപ്പക്കാരാ യേശുവിനെ ആരാധിക്കാൻ ഉപയോഗിക്കണം. കാരണം ദൈവത്തിന് മഹത്വം ദേവ്യപാരി. ഹല്ലേലൂയ. അവൻ ജോലി ചെയ്യാൻ, പഠിക്കാൻ, സഞ്ചരിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ, ബോഡി ബിൽഡ് ചെയ്യാൻ, ഇതൊക്കെ ഞാൻ വിമർശിക്കുകയല്ല. പലമാതിരി കർമ്മത്തിന് വേണ്ടി ദൈവം നിന്റെ അകത്തും പുറത്തും തന്ന കരുത്തിന്റെ ആ യാഥാർത്ഥ്യങ്ങൾ നിന്റെ സ്വന്തം കാര്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ പോരാ. നിനക്ക് അസ്തിത്വം തന്ന്, മൂക്കിൽ ജീവശ്വാസം തന്ന്, അകത്തും പുറത്തും ശ്വാസഗതി ലെവലായി നിർത്തി ഒരു പുത്തൻ ദിവസം ദാനമായി തന്ന ഒരേ തമ്പുരാനെ ആരാധിക്കാൻ നീ മുഴുവൻ ബലവും ചെലുത്തിയേ മതിയാകുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ശരീരത്തിന്റെ മ്ലേച്ഛമായ യൂസേജിനെ വിമർശിച്ചിട്ട് അവസാന വാക്യം 6-ാം അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. KJ മാത്യു പ്രസംഗിക്കുമ്പോൾ ഇത്രയും ഒച്ച വേണ്ടെന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവണം. കുറയ്ക്കല്ലേ മോനെ, എന്തിനാ ഇത്രയും ഒച്ച, ഇത്രയും പേരല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ ഒരു രക്ഷയില്ല. ഞാൻ വിശ്വസിക്കുന്നു, മൈക്ക് അത്ര കണ്ടീഷനായാലും ബാറ്ററി പുതിയത് ഇട്ടാലും ഫൈൻ വിത്ത് മേ, എനിക്ക് ദൈവം ഇന്ന് രാത്രി തന്ന മുഴുവൻ കരുത്തിൽ എനിക്ക് ഈ വചനം വിളിച്ചു പറയണം. നാളെ നടുത്തേറിൽ എനിക്കൊരു കൺവെൻഷൻ ഉണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് നാളത്തേക്ക് ശബ്ദം ബാക്കി വെക്കാൻ എനിക്ക് പരിപാടിയില്ല. ഇന്ന് രാത്രി ആരോഗ്യമുണ്ട്, ഇന്ന് രാത്രി അസ്തിത്വമുണ്ട്, ഇന്ന് രാത്രി ചുണ്ട് അനങ്ങുന്നുണ്ട്, ഇന്ന് രാത്രി നാവ് തുടിക്കുന്നുണ്ട്, ഇന്ന് രാത്രി എൻ്റെ വോക്കൽ ഫാക്കൽറ്റീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ന് രാത്രി എൻ്റെ മേൽ അഭിഷേകമുണ്ട്, ഇന്ന് ഈ മൈക്രോഫോൺ എൻ്റെ കയ്യിലുണ്ട്, ഇന്ന് ഈ വേദി എനിക്കുണ്ട്. ഇന്ന് രാത്രി എനിക്ക് ദൈവത്തെ ആരാധിക്കണം. Everybody give him a big hand. Put your hands together. ശക്തമായി എല്ലാവരും ദൈവത്തെ കരങ്ങളെ തട്ടി കരങ്ങളടിച്ച് എല്ലാവരും ദൈവത്തെ കരമടിച്ച് everybody worshiping God. കരങ്ങളെ അടിച്ച് എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുക. ശക്തമായി ദൈവത്തെ ആരാധിക്കുക. ശക്തമായി ദൈവത്തെ ആരാധിക്കുക. കരങ്ങളെ തട്ടി ഇന്ന് രാത്രി ദൈവത്തിന് പ്രസാദമുള്ള ആരാധന ഈ രാത്രി എല്ലാവരും അർപ്പിക്കട്ടെ. ശരീരത്തെ കൊടുത്ത് ഈ രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ശരീരം ചെലുത്തി ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ശാന്താനാരി ഹാബാരി കുബാരി അതല്ല ഡീകട ഹസന കമാനാരിയ. ഹല്ലേലൂയ. ദൈവം തന്ന കരുത്തുള്ളവര് അതല്ലെങ്കിൽ ഓടിച്ച് പറയാം, സംസ്കൃതത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഒരു വ്യുൽപ്പത്തിയാണ് സ്തോത്രം എന്ന വാക്ക്. 2 സംസ്കൃത ധാതുക്കളുടെ സംയോജനം. 3 സ്തുതി, തേ, ത്രയം എന്നീ 3 വാക്കുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് സ്തോത്രം എന്ന് മലയാള വൽകൃത രൂപം കിട്ടുന്നത്. ആ പ്രയോഗത്തിന്റെ ശരിയായ അർത്ഥം ത്രിയേക ദൈവത്തിന് മഹത്വം എന്നാണ്. നമ്പർ 1. നമ്പർ 2, യൂക്കാരിസ്റ്റയോ എന്ന ഗ്രീക്ക് വേർബ് ഐ ഗിവ് താങ്ക്സ് എന്ന അതിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് CSI ആംഗ്ലിക്കൻ ട്രഡീഷൻ യൂക്കാരിസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. യൂക്കാരിസ്റ്റയോ എന്ന വാക്കിൻ്റെ മലയാളം തർജ്ജിമയാണ് ബൈബിളിൽ എല്ലായിടത്തും സ്തോത്രം എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ പറയേണ്ട വാക്കാ സ്തോത്രം. ആമേൻ. പ്രസംഗം ഉഷാറാക്കാനും കുറിപ്പ് പറക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനും പിള്ളേർ കരയുമ്പോൾ മറയ്ക്കാനും പ്രസംഗം നിർത്താം നീട്ടി പറയാനും പലമാതിരി വൈരൂപ്യ ഭാവഹാദികൾ ചെലുത്തി പറയേണ്ടിയ പതിഞ്ഞുപോയ ഒരു പഴയ പെന്തക്കോസ് പല്ലവി അല്ല സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ പോലെ
ഇന്നലെ എനിക്ക് വലിയ അത്ഭുതം കൊണ്ടായിട്ടില്ല, ഇന്ന് വലിയ അത്ഭുതം സംഭവിച്ചില്ല എങ്കിലും പിന്നാമ്പുറത്തേക്ക് ഒന്ന് ഊളിയിട്ട് നോക്കിയാൽ നിരവധി അനവധി നന്മകൾ കർത്താവ് എനിക്ക് ചെയ്തു എന്ന്, യേശുവിനെ സൗഖ്യമാക്കിയെന്ന്, കർത്താവിനെ രക്ഷിച്ചുവെന്ന്, എൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചുവെന്ന്, എനിക്ക് ആഹാരം ദൈവം തന്നുവെന്ന്, എൻ്റെ മക്കൾക്ക് യേശു നല്ലവനെന്ന്, ആരും തുറക്കാത്ത വാതിൽ അത്ഭുതമായി ദൈവം എനിക്കായി തുറന്നുവന്ന് നന്ദിയുടെ ഓർമ്മയുള്ളവര് മടിക്കാതെ മറക്കാതെ പറയേണ്ട വചനമാണ് സ്തോത്രം എന്ന വാക്യം. അവൻ എല്ലാവരും കരങ്ങളെ തട്ടി ദൈവത്തിന് അല്പസമയം ആരാധന കൊടുത്താട്ട് ശക്തമായി ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം 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 സ്തോത്രം. നന്ദി 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 നന്ദി. എല്ലാവരും ദൈവത്തെ നന്ദിയോട് സ്തുതിക്കട്ടെ. എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കട്ടെ. നന്ദിയാകത്തുള്ള എല്ലാവരും ദൈവം നല്ലവനാകിയാൽ ഇന്ന് രാത്രി ദൈവത്തിന് അനവധി സ്തോത്രയാഗങ്ങളെ നിരന്തരം അർപ്പിക്കും. നന്ദിയുള്ള എല്ലാവരും ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ജീസസ്, ഹല്ലേലൂയ. ചില മരിക്കാൻ തുടങ്ങുന്ന ഭക്തന്മാരെ കുറിച്ചുള്ള അനേക പരാമർശങ്ങളില്ലേ, എത്ര മനോഹരമായ പരാമർശങ്ങളാ. അവര് സ്തുതിയോടെ സ്തോത്രത്തോടെ കരയേറിപ്പോയി എന്നത്. നാവ് കട്ടിച്ച് ചലിച്ചവരും അതരം സ്വൽപ്പം തുറന്നവരും അവസാന ശ്വാസത്തിലും സ്തുതിപ്പിൻ്റെ ഒരു വചനം പറഞ്ഞ് അന്തരിക്കാൻ കഴിഞ്ഞാൽ അതിനെ ഞാൻ ഭാഗ്യമരണം എന്ന് വിളിക്കും. ലോകത്തിന്റെ ഭാഗ്യഭരണ വിവക്ഷകളെ ഞാൻ യോജിച്ച് ഏറ്റെടുക്കുന്നില്ല, മറിച്ച് കൃപയിൽ ജ്വലിച്ച് അവൻ ശബ്ദം വന്നില്ലെങ്കിലും അന്തരാത്മാവ് ത്രസിച്ച് വികസിച്ച് പിടച്ച് അവൻ അവസാന ശ്വാസത്തിലും ദൈവം തന്ന സ്വൽപ്പം കരുത്തിന്റെ ബാക്കിയിൽ ദൈവത്തിന് ഒരു ഉജ്ജ്വല മഹത്വം ചെലുത്തി ഇല്ലാതാകാൻ കഴിഞ്ഞാൽ ഭാഗ്യമാണ് ഞാൻ വിളിച്ചു പറയും. കാരണം ദൈവത്തിന് എല്ലാവരും മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിന്റെ അർപ്പണമാണ് യഥാർത്ഥ ദൈവാരാധന. ആമേൻ. സ്തോത്രയാഗമാണ് ദൈവാരാധന. എല്ലാവർക്കും യോജിപ്പുണ്ടാവില്ല, സമയവും ഇല്ല, അതുകൊണ്ട് ഞാൻ അടുത്ത വാക്യം വിശദീകരിക്കുന്നില്ല. അവിടെ വേറൊരു യാഗം കിടപ്പുണ്ട്. ദൈവത്തിന്റെ യാഗം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മറ്റൊരു പ്രമാണം 16-ാം വാക്യത്തിലായിരിക്കണം. സിസ്റ്റർ നോക്കിയാട്ടെ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. റൈറ്റ്. സ്തോത്രം പറയാൻ പിന്നെയും കുറച്ചുകൂടി ഈസി ആണല്ലോ. ഇത് കർത്താവ് പ്രസാദിക്കുന്ന ആരാധനയുടെ അനിവാര്യ ഘടകമാണ് കൂട്ടായ്മ കാണിക്കൽ യാഗം. അത് വേറെ ഒന്നുമല്ല, ആത്മീയ കൂട്ടായ്മയല്ല, തനി കാശ് കൊടുക്കൽ തന്നെയാണ്. തെളിവ് വേണ്ടിയവർ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 15 മുതൽ താഴോട്ട് വായിച്ചാൽ കൃത്യമായിട്ട് കാണാം. പൗലോസ് അപ്പോസ്തലൻ റോമൻ ജയിലിൽ AD 62 കിടക്കുമ്പോൾ എപ്പഫ്രോദിത്തോസ് എന്ന ദൈവദാസൻ ഫിലിപ്പിയ സഭയിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ ഒരു കാണിക്ക ശേഖരിച്ച് ഒരു പണക്കഴി കൊണ്ടുവന്ന് ജയിലിൽ കഴിയുന്ന ദൈവദാസന് കൊടുത്തപ്പോൾ ആ പണക്കെട്ടിൻ്റെ പണക്കഴിയുടെ വലിപ്പം കൊണ്ടല്ല, ഫിലിപ്പിയുടെ സ്നേഹത്തിൻ്റെ വലിപ്പം ആത്മാവിൽ കണ്ട് കണ്ണീരോടെ നെഞ്ചോട് ആ പൊതി ചേർത്ത് വെച്ചിട്ട് ഭക്തൻ പറയുന്ന ഒരു മൊഴിയാണ്, സഹോദരന്മാരെ, എനിക്കിപ്പോൾ അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്നു, എങ്കിലും നിങ്ങൾ അയച്ചു തന്നത് ദൈവത്തിന് പ്രസാദമായ സൗരഭ്യവാസനായ യാഗമായി ഞാൻ പ്രതികൃതനായിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ സഭ ഈ ജനറൽ കൺവെൻഷനും PMG ചേർച്ചിൻ്റെ ഇതര ആവശ്യങ്ങൾക്കും സുവിശേഷീകരണത്തിനും മിഷൻ പ്രോജക്റ്റുകൾക്കും ചാരിറ്റി കൺസേൺസിനും ബിൽഡിംഗ് ആക്ടിവിറ്റീസിനും ഒരു പ്ലോട്ട് മേടിക്കാൻ വാട്ട് എവർ ഇറ്റ് ഈസ്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇല്ലായ്മയെന്ന് കൊടുക്കുന്നത് ഒരു യാഗമായി യേശു സ്വീകരിക്കുകയാണ്. ആമേൻ. സമൃദ്ധി കൊടുക്കുന്ന കാര്യം എനിക്ക് പറയാൻ ഒത്തിരി, എൻ്റെ വൈഫും വന്നിട്ടുണ്ട്, ഒത്തിരി കാര്യം പറയാനുണ്ട്. ഈ വേദിയിൽ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. ദൈവം നടത്തിയ വഴികളെക്കുറിച്ച്, കർത്താവ് തുറന്ന വാതിലുകളെക്കുറിച്ച്, ഇല്ലായ്മയിൽ ദൈവത്തിന് നിർബന്ധമായി വേർതിരിച്ചതിൻ്റെ അനേകം മടങ്ങ് ദൈവം തന്നതിനെക്കുറിച്ച്, ഇവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇവിടുത്തെ സെൻസെക്സോ നിഫ്റ്റിയോ ഇടപാട് എല്ലാം തലകുത്തി താഴെ വീണാലും കർത്താവിൻ്റെ വേലയിൽ ഇൻവെസ്റ്റ് ചെയ്ത പാവപ്പെട്ട കുടുംബത്തിന് അവൻ അനുഗ്രഹത്തിന്റെ വെച്ചടി കയറ്റം എൻ്റെ കർത്താവും തരുമെന്ന്, നിന്റെ ഞെരുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുമെന്ന്, നിന്റെ കലവറകളെ ദൈവം നിറയ്ക്കുമെന്ന്, നിന്റെ ഭണ്ഡാരങ്ങൾക്ക് കുറവ് വരില്ല എന്ന് ഉറപ്പുള്ള എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി ഇന്ന് രാത്രി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ആമേൻ. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി കല്യാണം കഴിക്കാൻ എല്ലാവരും പറഞ്ഞിട്ടും
കാശില്ലാത്തതുകൊണ്ട് കല്യാണം കഴിക്കാറുന്ന ആളാണ് ഞാൻ കുറേ കാലം. പാസ്റ്ററായി ന്യായമായിട്ട് വിവാഹിതനായിട്ട് പാസ്റ്ററിങ് അല്ലേ നല്ലത്, ശുശ്രൂഷയ്ക്കുള്ള ഒരു സൗകര്യം. അപ്പച്ചൻ പറഞ്ഞു, അളിയൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു പൈസകൾ എനിക്ക് തന്നെ കഷ്ടിയായി, ഇനിയും കല്യാണം കഴിച്ച് കഷ്ടപ്പെടുത്തണ്ട മറ്റൊരാളെ എന്ന് പറഞ്ഞ് കുറേ കാലം മുന്നോട്ട് കൊണ്ടുപോയി. കാശ് കിട്ടുന്നുമില്ല, എന്നാൽ പിന്നെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒടുവിൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോൾ വരുമാനം 200 രൂപ. ഞങ്ങൾ 3-ാം ദിവസം പോയി കയറിയ വീടിൻ്റെ വാടക 200 രൂപ. അത്രയും മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുക. പിന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞ മാസം ഞങ്ങൾ വിജയകരമായി, അത്ഭുതകരമായി, ആരോടും കടം മേടിക്കാതെ, അപ്പനോട് കാശ് ചോദിക്കാതെ, അമ്മായിയമ്മോട് വകുപ്പ് ചോദിക്കാതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുത നടത്തിപ്പുകൾ അനേക തവണ കണ്ട ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദശാംശം കൊടുക്കുന്നത് ഒരു പഴയ കേസാന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ താഴ്മയോടെ അതൊക്കെ പരിഷ്കരിക്കാൻ നേരമായെന്ന് പറയുകയല്ല. വർഷങ്ങളായി പരിഷ്കരിച്ച് പരീക്ഷിച്ച് ജയിച്ച ഞാൻ പാസ്റ്റർമാരും വിശ്വാസനും കേൾക്കാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. മക്കളുടെ കാര്യം, വീട്ടിലെ കാര്യം എല്ലാം ഇങ്ങനെ കിടക്കും സ്നേഹിതരെ, സംശയമില്ല. പക്ഷേ അതെല്ലാം നടത്തിയിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്താൽ ശരിയാവില്ല. ദൈവം നന്മയിൽ നിന്ന് ഒരു ഷെയർ കർത്താവിനായി മാറ്റിവെച്ചാൽ ഞാൻ ഫുൾ വാറണ്ടി ചെയ്ത് ഇന്ന് രാത്രി പറയാം, അത്ഭുതകരമായി ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോകും. വിശ്വാസമുള്ള എല്ലാവരും ഈ രാത്രി ദൈവത്തെ ശക്തമായി സ്തുതിച്ച് ആരാധിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ അലമാരിലെ ഒരു ബാഗ്, ഒരു പഴയ കണ്ടക്ടർ ബാഗ്, എവിടുന്ന് കിട്ടിയാന്ന് ഓർക്കുന്നില്ല, കണ്ടക്ടർമാരുടെ ഒരു ബാഗ് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് ദൈവത്തിൻ്റെ ബാഗാണ്. അതിനകത്ത് കർത്താവിൻ്റെ വേലയ്ക്കുള്ളത് ഞങ്ങൾ ഓരോ തവണയും കൃത്യമായി ആ പെർസെൻറ്റേജ് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഞങ്ങൾ മാറ്റി വെക്കും. മാറ്റി വെച്ച് കഴിഞ്ഞാൽ തല കണ്ടിച്ചാലും അത് തൊടുകയല്ല. അത് എൻ്റെ ബാഗല്ല, ദൈവത്തിൻ്റെ ബാഗാണ്. ഞാൻ തൊട്ട ആ കുഞ്ഞുകളി തീക്കളിയായി മാറുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വേലയ്ക്ക് കൊടുക്കാൻ എൻ്റെ പക്കൽ എന്നും കർത്താവ് കാശ് വന്നിട്ടുണ്ട്. എൻ്റെ ആവശ്യമെല്ലാം നടത്തിയിട്ടല്ല, എൻ്റെ പിള്ളേരുടെ കാര്യം ലെവലായിട്ടല്ല, എൻ്റെ ദൈവത്തിന് കൊടുത്ത് നന്മ പ്രാപിച്ച ഒരു ഉപദേശിയാണ് ഇന്ന് രാത്രി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ധൈര്യത്തിനായി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് കൈ തുറന്നൊരു യാഗമായി, ഒരു നിർബന്ധമായിട്ട് ഒരു യാഗമായി കൊടുത്താൽ നിന്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ടെല്ലാം മാറ്റി തരാൻ പോകുകയാണ്. ഐ ഷുഡ് ബി, ഞാൻ പെട്ടെന്ന് പോകണമെന്ന് എനിക്ക് തോന്നുന്നു, സമയം പോകുന്നല്ലോ. ഞാൻ 7 പോയിന്റ് എന്നൊക്കെ ചുമ്മാ പറഞ്ഞതാണ് നിങ്ങളെ ഭയപ്പെടുത്താൻ. അതെല്ലാം ഒന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. ഐ എം ഗോയിങ് ടു ക്ലോസ്. ഗായക സംഘം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് പാടണേ മക്കളെ. ഇത് കഴിഞ്ഞിട്ട് ഒടുവിൽ ആരാധനയോട് ബന്ധപ്പെട്ടൊരു പാട്ട് റെഡിയാക്കിക്കോ. നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ പാടാം, നിങ്ങൾ കൂടെ പാടിയാലും മതി. ഓൾ റൈറ്റ്. ഞാൻ 2 കാര്യം കൂടെ മാത്രം പറഞ്ഞോട്ടെ, സമയം പാലിക്കാൻ വളരെ പരിശ്രമിച്ചുകൊണ്ട്. ശരിയായ ആരാധന, ദൈവപ്രസാദമുള്ള ആരാധന, ലജ്ജയില്ലാത്ത ആരാധനയാണ്. നിങ്ങൾക്കറിയാം, പഴയ സ്റ്റോറിയാണ്, എങ്കിലും വായിക്കാൻ ഞാൻ അപേക്ഷിക്കട്ടെ. 2 ശമൂവേൽ 6-ാം അധ്യായം 21-22 വാക്യങ്ങൾ പ്ലീസ്. ഹല്ലേലൂയ. യഹോവയുടെ ജനമായ ഇസ്രായേലിനെ പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുൻപാകെ, അതെ യഹോവയുടെ മുൻപാകെ ഞാൻ നൃത്തം ചെയ്യും. ഓക്കെ, നിങ്ങൾക്കറിയാം അതിന്റെ കോണ്ടെക്സ്റ്റ്. ദാവീദിനെ കുറിച്ച് സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്നതാണ്. ഞാനിത് ദാവീദിനെ കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമില്ല, പക്ഷേ ഇത് പ്രധാനപ്പെട്ട ഒരു ധ്യാനമായതുകൊണ്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ദാവീദിൻ്റെ രാജ സിംഹാസന പ്രവേശനമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ആ ഓർമ്മകളെല്ലാം അവസാന ശ്വാസം വരെ വെച്ചു പുലർത്തിയ ആളാ ദാവീദ്. അതാ തൻ്റെ മഹത്വം. ഞാൻ തള്ളപ്പെട്ട് ചേട്ടന്മാർ കൂടെ എൻലിസ്റ്റ് ചെയ്യാൻ യോഗ്യതയില്ലാതെ ദൈവദാസൻ ശമൂവേലിന് പോലും ഒരു തപ്പിതം പറ്റിയതുപോലെ ഇവൻ്റെ വണ്ണവും പൊക്കവും കണ്ടപ്പം അഭിഷേകതയിലെ ഒഴിക്കാൻ വേണ്ടി ഒരു ചാടിപ്പുറപ്പാടുണ്ടായിട്ട് ദൈവാത്മാവ് കൈ തട്ടി മാറ്റി അവനും വേണ്ട എന്ന് പറഞ്ഞിട്ട് മക്കളെല്ലാവരും ആയോ എന്ന് സങ്കടത്തോടെ ചോദിച്ചപ്പോൾ ഓഫ് ഹാൻഡഡായി കൊച്ചു പയ്യൻ്റെ അശക്തിയും അവനെ കൊണ്ട് കരുത്തില്ലായ്മയും അറിയാവുന്ന ഈശായി ഈ പരിപാടി പോലും അവനോട് പറയാതെ പഴയ ആട്
ആടുമേക്കലിന് വേണ്ടി അയച്ച സ്ഥാനത്ത് നിന്ന് പിള്ളേരുടെ എണ്ണത്തിൽ പെടുത്താൻ വേണ്ടി ആയതുകൊണ്ട് ഇനി ഒരുവനുണ്ട് എന്ന് അവഗണനയോടെ പറഞ്ഞ ആ വാചകം കേട്ടിട്ട് അവൻ വന്നല്ലാതെ നാം പന്തിക്കിരിക്കില്ല എന്ന് പറഞ്ഞ അഭിഷിക്തന്റെ ആ നിയോഗമനുസരിച്ച് വന്ന ദാവീദിന്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ചത് ബാക്കി എല്ലാവരും മറന്നാലും ദാവീദ് മറക്കത്തില്ല. That's it. അവനോ മറക്കല്ലേ. പിന്നിട്ട വഴികൾ ആരും മറക്കരുത്. ആമേൻ. നടത്തിയ വിധങ്ങൾ മറക്കരുത്. നീ എവിടെ കിടന്നു എന്നത് മറക്കരുത്. ഇപ്പൊ ആരായാലും വേണ്ടില്ല. ആമേൻ. നിന്റെ പഴയ അവസ്ഥകൾ മറക്കാതിരുന്നാൽ ദൈവം നമ്മെ മാനിക്കാൻ പോകുക. കരപ്പെടുത്തി എല്ലാവരും ദൈവത്തെ ഈ രാത്രി ശക്തമായി ചോദിച്ച് ആരാധിക്കട്ടെ. ആമേൻ. ദാവീദിന്റെ വാചകം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പം ഭാര്യമാരോട് ഈ വർത്തമാനം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാവീദ് പറഞ്ഞ ഈ കട്ടിയിലുള്ള വർത്തമാനമൊക്കെ പറഞ്ഞാൽ പ്രശ്നം ഒത്തിരി ഉണ്ടാകും. പക്ഷെ ദാവീദ് കരുത്തോടെ പറഞ്ഞു. ആ ഭാഷ വേണമെന്ന് ഞാൻ പറയുന്നില്ല. നിൻ്റെ അപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സഹോദരിമാർക്ക് വലിയ പ്രയാസം ഉണ്ടാകും. അത് വേണേ ഒന്ന് റിഫൈൻ ചെയ്യാം. പക്ഷെ കാര്യം പറഞ്ഞേ പറ്റൂ. സഹോദരി മാത്രമല്ല, സഹോദരൻ സഹോദരിയോടും പറയണം. ഉഴപ്പനാണ് സഹോദരനെങ്കിൽ തിരിച്ചും പറഞ്ഞോണം. നോ പ്രോബ്ലം. തിരിച്ചും പറഞ്ഞോണം. അതിനകത്ത് ഒരു തെറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസേജ് പഴയ കഥ അബ്രഹാമിനെ കുറിച്ച്. ഞാൻ എപ്പോഴും വാർത്തകൾ കേൾക്കാൻ പറ്റില്ല. അനേക തവണ അപ്പൻ്റെ കൂടെ ഈ ചുമടെല്ലാം ചുമന്നും കൃത്യമായി സാധനങ്ങൾ സെറ്റ് ചെയ്തും യാഗത്തിന് അകമ്പടിയായി യാഗം നേരിൽ കണ്ട് ശീലമുള്ള മകനും മാത്രമേ അപ്പൻ്റെ യാഗത്തിൻ്റെ ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. അവൻ പറഞ്ഞു, അപ്പ എല്ലാം കൊള്ളാം, പക്ഷേ നമ്മുടെ മെയിൻ സംഗതി നീ മറന്നോ എന്ന് പറയണമെങ്കിൽ അനേക തവണ യാഗത്തിൽ കൂടിയ മകനെ അത് പറയാൻ പറ്റുള്ളൂ. ഞാൻ ദൈവമക്കളോട് മാതാപിതാക്കളോട് ഇന്ന് രാത്രി പറയുന്നു, ചില അപ്പന്മാരെ മക്കൾ തിരുത്തട്ടെ. ഭാഷ കെ ജോസഫും KJ മാത്യു ഒന്നും പറഞ്ഞാൽ ശരിയാകാത്ത കക്ഷികളെ ചിലപ്പോൾ പിള്ളേർ തിരുത്തേണ്ടി വന്നേക്കാം. കർത്താവ് അങ്ങനെ ഉപയോഗിക്കും. അങ്ങനെ ദൈവം ഉപയോഗിക്കും. ഓക്കെ. മുതിർന്ന മക്കൾ എന്നെ അച്ചായ പഴയ പാട്ടും പ്രാർത്ഥന ഇല്ലാത്തത് എന്താ, മറുഭാഷ മറന്നുപോയ അമ്മച്ചി എന്ന് ചോദിക്കുമ്പോഴേ ഒരു ചെറിയ ഞെട്ടലുണ്ടാകത്തുള്ളൂ. അങ്ങനെ ഞെട്ടിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. ഇന്ന് രാത്രി അതിനായി പലരെയും ദൈവം ഉപയോഗിക്കട്ടെ. പല കുഞ്ഞുങ്ങളെയും ദൈവം ഉപയോഗിക്കട്ടെ. പല ചെറുപ്പക്കാരെയും ദൈവം ഉപയോഗിക്കട്ടെ. ആലസ്യവും മാന്യവും ഉഴപ്പി തല്ലിപ്പോയ ആധ്യാത്മികവും മടക്കി വരുത്താൻ ആരെയെങ്കിലും ദൈവം ഉപയോഗിക്കട്ടെ. ആമേൻ. ദാവീദ്, നിങ്ങൾക്കറിയാം, രാജാവ് അറിയാലോ, സങ്കീർത്തനം എത്രയാണ് അവൻ എഴുതിയത് ഇല്ലയോ? എല്ലാം ട്യൂൺ ചെയ്ത അവനാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കാൻ നൈപുണ്യമുള്ളവന്. അവൻ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്തു. വായിച്ചിട്ടില്ലേ? ഓരോ ടീംസ് ഡിഫറെന്റ്, ഒന്നും രണ്ടുമല്ല, പല ടീമുകൾ ഫോം ചെയ്തു. അവരെല്ലാം സുന്ദരൻ പാട്ടുകൾ പഠിപ്പിച്ചു. അവൻ്റെ അതിൻ്റെ ലിറിക്സ് അവൻ്റേത്, അതിൻ്റെ മ്യൂസിക് അവൻ്റേത്. അതിൻ്റെ താളത്തിൽ തെറ്റിയാൽ അവൻ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അവൻ ട്യൂൺ ചെയ്ത് കൊടുക്കും. അത്ര വിദഗ്ധ മ്യൂസിഷ്യൻ. ഹിസ്റ്ററി കണ്ട ഏറ്റവും മികച്ച ബിബ്ലിക്കൽ മ്യൂസിഷ്യൻ ദാവീദ്. അവൻ ഇതെല്ലാം കൂടെ ചെയ്ത് ലൈനിൽ അപ്പ് ചെയ്യാൻ വേണ്ടി അവരോട് പറഞ്ഞാൽ മതി. അവൻ വേണേ പലക്കിലിരുന്ന് തെറ്റുന്നിടത്ത് ഒന്ന് കൈ ഞൊടിച്ചാൽ മതി. അല്ല, മ്യൂസിക്കിനെ കൊയർ മാസ്റ്റർ ചെയ്യുന്ന പോലെ ഒന്ന് കാട്ടിയാൽ മതി. അങ്ങനെ ഒത്തിരി പേര് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് എല്ലാവരും കൊയർ മാസ്റ്റേഴ്സാണ്, മാനേജേഴ്സാണ്. അവരെ അല്ല ദൈവത്തിന് ആവശ്യം. MA വർഗീസും KJ മാത്യുവും ജനത്തെ ആരാധിപ്പിച്ചാൽ പോരാ, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ആമേൻ. കരപ്പെടുത്തി ദൈവത്തെ എല്ലാവരും മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പാസ്റ്റർ ആകട്ടെ, മ്യൂസിക് ടീം ആകട്ടെ, ആരവാരമുണ്ടാക്കുന്ന ആരുമാകട്ടെ, അവരുടെ അകമ്പടിയിലും അവരുടെ ഗാനസന്ധ്യയിലും ആ തട്ടകസിച്ച് അമർന്നിരുന്ന് മടങ്ങുന്ന ആരാധന കർത്താവിന് ഇഷ്ടമല്ല. നിനക്ക് ലഭിച്ച മുഴുവൻ കഴിവും ചെലുത്തി ദൈവത്തെ ആരാധിക്കണം പ്രിയരെ. എൻ്റെ നിങ്ങളുടെ തൊണ്ടയൊന്നും അത്ര ഉഷാറല്ല, പക്ഷെ നമുക്കും പാടിയേ പറ്റൂ. അവൻ നമ്മുടെ വായിൽ ഒരു പുതിയ പാട്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് നിശ്ചയമായി പാടി ദൈവത്തെ സ്തുതിച്ചേ മതിയാകുള്ളൂ. ആമേൻ. ദാവീദ്, ഇത്രയും കരുത്തുള്ള ദാവീദ്, ഇത്രയും മ്യൂസിക് കോണ്ടെക്സ്റ്റ് ഉള്ള ദാവീദ്, മഹാരാജാവായ ദാവീദ്, അവൻ രാജവസ്ത്രങ്ങൾ മാറ്റിവെച്ച് പൊൻചെങ്കോലോ പൊൻകിരീടമ ഉടയാടകൾ അടയാഭരണങ്ങൾ അനവധിയുള്ളത് മാറ്റിവെച്ചിട്ട് പുരോഹിതന്മാർ ധരിക്കുന്ന
കോഴ്സ് ലിനൻ, പരുക്കൻ തുണി, പരുത്തി തുണി, അത് മാത്രം കഷ്ടിച്ച് ഒരു പുരോഹിതനെ പോലെ ഉടുത്തിട്ട് ലജ്ജയില്ലാതെ, നിങ്ങൾ വായിക്കുന്നു അവിടെ, ചാടിയും നൃത്തം ചവിട്ടി പട്ടണത്തിന് മുമ്പാകെ അവൻ തകർത്ത് ദൈവത്തെ ആരാധിക്കുകയാ. ആ കാഴ്ച മീകളിന് പിടിച്ചില്ലായിരിക്കാം. അവൾ വാലിട്ട് കണ്ണെഴുതി പുട്ടപ്പേത് കിളിവാതിലൂടെ ആരാധന വീക്ഷിക്കാൻ നിന്ന് അവൾക്ക് രാജാവിൻ്റെ ചാട്ടം ഇഷ്ടപ്പെട്ടില്ല. മടങ്ങി വന്നപ്പോൾ അവൾ പറയുന്ന വാചകം നിങ്ങൾ കേട്ടല്ലോ. അതിന് മറുമരുന്നാണ് ദാവീദുടെ ദൈവത്തിന്റെ ആത്മാ പറയുന്നത്. ഒരുപാട് പേരോട് ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി പേര് ഈ ദൂത് കേട്ടേ മതിയാകുള്ളൂ. നിനക്ക് ലജ്ജയാണോ, അപമാനമാണോ, നിന്റെ പഠിപ്പിന് ചേരുന്നില്ലേ ആരാധന? അപ്പൊ നിന്റെ സ്തുതി സ്തോത്രവും നിന്റെ പിതാവിന്റെ മാതാവിന്റെ ഒച്ചപ്പാട് നിന്റെ സ്റ്റൈലിന് പിടിക്കുന്നില്ലേ? ഈ രാത്രി നില മറക്കാതെ ദൈവത്തെ ആരാധിക്കുക, ചുവട് മറക്കാതെ ദൈവത്തെ ആരാധിക്കുക, ഭൂതകാലം മറക്കാതെ ദൈവത്തെ ആരാധിക്കുക, നന്മ മറക്കാതെ ദൈവത്തെ ഈ രാത്രി എല്ലാവരും ആരാധിക്കട്ടെ. ദൈവം നല്ലവനെന്ന് ബോധ്യമുള്ള എല്ലാവരും ശക്തമായി 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 ദൈവത്തെ ആരാധിക്കട്ടെ. യേശു നല്ലവനാകിയാൽ അവരുടെ നാമത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. മുഴുവനത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ, അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കട്ടെ, ശക്തി കൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ, നിറവോടെ ദൈവത്തെ ആരാധിക്കട്ടെ. Sharabahariadola kaman, audabari kamanariadala, udabala bashi kamanariadala basa. Hallelujah. അവാദികം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കട്ടെ പ്രിയരെ. ദാവീദ് നന്ദിയോടെ ഉള്ളത്തിന്റെ തകർച്ചയോടെ പറയുന്നു, നീ നിന്റെ അപ്പൻ ശൗലിനെ പോലെ, നിന്റെ ആങ്ങള യോനാഥാനെ പോലെ ഗിൽബോവായിൽ വീണ് പട്ടുപോകേണ്ടതാ. കുന്തത്തിൽ ചാരിയോ വല്ലവനും കുത്തിയോ നീയും തുലയേണ്ട സ്ഥാനത്ത് ആടിനെ മേയിച്ച് കറങ്ങിയ സാധുവിനോട് ദൈവം കരുണ കാണിച്ച് എന്നെ ഈ സ്ഥാനത്തെത്തിക്ക നിമിത്തം അതിൻ്റെ ബാക്കിപത്രമായ മഹത്വം വാരിച്ചുറ്റിയ നീ എന്നെ ആക്ഷേപിക്കുന്നുവോ? നീ എന്നാ പറഞ്ഞാലും എൻ്റെ പൂർവകാണ്ഡം ഓർക്കുന്നത് കൊണ്ട്, എൻ്റെ വർത്തമാനകാലം ഞാൻ ഓർക്കുന്നത് കൊണ്ട്, എൻ്റെ ഭാവി കാലവും എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. എവരിബഡി ഇനിയും ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. ഞാൻ നൃത്തം ചവിട്ടി ദൈവത്തെ സ്തുതിക്കും. ഞാൻ കരുത്തോടെ ദൈവത്തെ സ്തുതിക്കും. പ്രസാദ് ദൈവത്തെ സ്തുതിക്കും. അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിക്കും. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കും. ലജ്ജയില്ലാതെ 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 ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാരായ ഞങ്ങളും നിങ്ങളും ഒക്കെ ചില കോണ്ടെക്സ്റ്റിൽ അപമാന ഭാരങ്ങൾക്ക് വിധേയപ്പെടാറുണ്ട്. ഞാൻ ചെറുപ്പക്കാരുടെ സംഘത്തെ കൂടെ കണ്ടുകൊണ്ട് പറയുന്ന, മക്കളെ, നിങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആരാധനയും അവർ മൊഴിയുന്ന പെന്തക്കോസും നിനക്ക് നാണക്കേടാവരുതേ. ഒരിക്കലും ആഭരണവർജനമോ അലങ്കാരത്തിൻ്റെ വൈമുഖ്യമോ ചില വിശേഷ വേർപാട് പ്രമാണങ്ങളോ പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരിക്കലും ഭാരപ്പെടരുത്. ആമേൻ. വേഷം കെട്ടി തുള്ളിച്ചാടുന്ന ഒരുപാട് ഇവിടെ മധ്യത്തിൽ അവരുടെ കുടുംബങ്ങൾ മുറവിളി ഒഴിയാതിരിക്കുമ്പോൾ, മദ്യപാന പേക്കൂത്ത് അരങ്ങ് തകർക്കുമ്പോൾ, കണ്ണീരും പരിതാപം മാത്രം ബാക്കി വയ്ക്കുമ്പോൾ, നിന്റെ കൊച്ചു കുടുംബത്തിനകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം പാടി വിശുദ്ധ ബൈബിൾ ഉറക്കെ വായിച്ച് സംതൃപ്തിയായി കിടന്നുറങ്ങാൻ സഹായിക്കുന്ന ദൈവത്തിന് നന്ദി പറയാൻ നീ മടിക്കരുത്. നന്ദി പറയാൻ മടിക്കരുത്. യേശുവിനെ സാക്ഷിക്കാൻ മടിക്കരുത്. ആരാധന വ്യക്തമാകാൻ മടിക്കരുത്. ലജ്ജയില്ലാതെ യേശുവിനെ ആരാധിക്കാൻ ഈ രാത്രി ദൈവമക്കൾ തീരുമാനമെടുക്കുക. നിന്റെ അപമാന ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ദുഷ്ടന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. നിന്റെ ലജ്ജകൾ മാറിപ്പോകട്ടെ. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ സേവിക്കാൻ, ശരിയായ ആരാധന ഇന്ന് രാത്രി അർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തമായി ഈ രാത്രി നിയോഗിക്കുന്നു. അത് ഏറ്റെടുത്ത് എല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകട്ടെ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ സ്തോത്രം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം,
ഹല്ലേലൂയ സ്തോത്രം പാടി ആരാധിച്ചിടാം. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആത്മനാഥനെ ഞങ്ങൾ മധ്യത്തിൽ വന്നു, ആത്മാവനെ രക്ഷിടുക ആരാധിക്കുവാൻ. ആത്മനാഥനെ ഞങ്ങൾ മധ്യത്തിൽ വന്നു, ആത്മാവനെ രക്ഷിടുക ആരാധിക്കുവാൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നോനാഥൻ മുഖം കണ്ടു ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നോനാഥൻ മുഖം കണ്ടു ആരാധിച്ചിടും. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സാരാഭൂതൻ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സാരാഭൂതൻ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. നിർമ്മല മനസ്സിൽ ഞങ്ങൾ ആരാധനയെങ്കിൽ നിത്യം ശക്തി നൽകിടേ. ആരാധിക്കുന്നു നിത്യം ശക്തി നൽകിടേ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ശബ്ദം ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ശക്തി കൊടുത്ത് ആത്മാർത്ഥമായി ആരും അവരുമായി നിൽക്കാതെ എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കട്ടെ, എല്ലാ ആദരങ്ങളും ദൈവത്തെ സ്തുതിക്കട്ടെ, എല്ലാ ശരീരങ്ങളും ദൈവത്തിന് യാതൊരു ദൈവത്തെ ആരാധിക്കട്ടെ. ആരാധിക്കുന്നു ഞങ്ങൾ ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മുടമുടയും തീരത്തിടും ആരാധനയെങ്കിൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീരത്തിടും ആരാധനയെങ്കിൽ. അവൻ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിച്ചപ്പോൾ ചങ്ങലമുട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോൾ ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അവൻ ആരാധിക്കുന്നു ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു.
എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലിരിക്കാം. ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടി